ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്യാം. അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ 25 ഒരു വാക്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ ഏതാണ്ട് 260 അധ്യായമുണ്ട്. 318 പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പുതിയ നിയമം തന്നെ പറയും. പഴയ നിയമത്തിൽ ഏതാണ്ട് 1845 പ്രാവശ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. 27 പുസ്തകങ്ങളിലും കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50-ലധികം പ്രാവശ്യം കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിനായി ഒരുങ്ങിയിരിക്കുവാൻ വിശുദ്ധ ബൈബിൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ പിശാച് പല പദ്ധതികളും ചെയ്യുന്നുണ്ട്. അത് 1965 യേശു വന്നേച്ചു പോയെന്ന് പറയുന്നുണ്ട്. 2000 വന്നെന്നുണ്ട്. 2013 ഏപ്രിൽ 13 വന്നേച്ചു പോയെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ഈ വേദപുസ്തക പ്രവചനമല്ലാകിയാൽ സംഭവിച്ചില്ല. കർത്താവ് അന്നൊന്നും വന്നേച്ചു പോയെന്നും ഒക്കെ ഇങ്ങനെ പറയിക്കാൻ കാരണം യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് പിശാച് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും, ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ്റെ അവസാന രാത്രി ഞങ്ങൾ കൊല്ലംകാരോട് പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാ. ഈ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ ആയിരക്കണക്കിന് വേദിയിൽ ഞാൻ പറയുന്നു, ഒന്നുകൂടെ ഇവിടെ വന്ന് ദൈവമക്കളോട് പറയാം, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്, വായൊന്ന് തുറന്നാട്ട്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദോഷ്ടപിശാചികൾക്ക് വിളിച്ചു പറ, ദോഷ്ടപിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ചു തുടങ്ങിയാട്ട്, വാ തുറന്നാട്ട്, ഹോഷബ റഖിനിയ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്, ദോഷ്ടപിശാചികൾക്ക് പറ, പിശാചേ നീ തോറ്റവനാണ്, നീ തോറ്റവനാണ്, എൻ്റെ യേശു ജയിച്ചവനാണ്, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. ശക്തിയോടെ ഹല്ലേലൂയ. എല്ലാവരും കരമടിച്ചാട് മക്കളെ, എല്ലാവരും കരമടിച്ചാട്, ആരും മൗനമായിരിക്കരുത്. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും സ്തോത്രം പറയാൻ കഴിയില്ല. ബന്ധനം അഴിയപ്പെട്ടവന് മാത്രമേ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയൂ. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചി ബന്ധനത്തിൽ നിന്ന്, പൗരോഹിത്യ ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ദൈവജനം ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് ആരാധിച്ചാട്ട് ശക്തിയോടെ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ രാത്രി ലോകത്തിന് നിദ്രാവിഹീന രാത്രിയായിരുന്നു. ലോകം ഉറങ്ങാതിരുന്ന രാത്രിയാണ്. കേരളം ഉറങ്ങിയോന്ന് തോന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുമ്പോൾ ഉറങ്ങാനൊക്കുമോ? പക്ഷെ ഇന്നലെ രാവിലെ 9 മണി വരെ നമ്മളാരെങ്കിലും ചിന്തിച്ചതാണോ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന്? എല്ലാം സുഗമമായി പോയിക്കൊണ്ടിരുന്നു. പക്ഷെ കാര്യങ്ങൾ മിനിറ്റ് കൊണ്ട് മാറിമറിഞ്ഞു. വേദപുസ്തകം എത്ര ക്ലിയറാ സഹോദര. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും.
എല്ലാം നന്നായി പോകുന്ന ചിന്തിക്കരുത്. എല്ലാം നന്നായി പോകുന്ന ചിന്തിക്കുമ്പോൾ തന്നെ സെക്കൻഡുകൾ കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം. എല്ലാവരും കർത്താവിനെ ആരാധിച്ചോ ശക്തിയോടെ. നിന്നോട് ഞാൻ ദൈവാത്മാവിൽ പറയുക, എന്റെ ദൈവത്തിന് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ അധിക സമയം വേണ്ട. സെക്കൻഡുകൾ കൊണ്ടവൻ കാര്യങ്ങൾ മാറ്റിമറിക്കും. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്നതിന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നമ്മുടെ പ്രഭാഷണം അപ്പുറത്താരയിൽ കേൾക്കുന്നവർക്ക് പ്രയോജനപ്പെടണം. ദൈവദാസൻ പറഞ്ഞില്ലേ, ഈ ഹോളിൻ്റെതായ അല്പം ബുദ്ധിമുട്ടുണ്ട്. സിസ്റ്റം നല്ല ഒത്തിരി ഉണ്ടെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന്. അവരാണ് എല്ലാ മിക്ക യോഗങ്ങൾക്കും എന്നോടൊപ്പം ഉള്ളവരാ. അവരോട് പറയാൻ കാര്യമൊന്നുമല്ല. എങ്കിലും എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് സഹായിക്കുക. എല്ലാ തടസ്സങ്ങളെയും മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് 7 സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളുണ്ട്. ഞാൻ പറഞ്ഞു, പുറത്ത് കേൾക്കുന്നവർ മനസ്സിലാക്കണം. 7 സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഒന്ന്, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. പഴയ നിയമ ഭക്തന്മാരായ ഹനോക്ക്, ബിലയാം, ഇയോബ്, മോശ, യെശയ്യാവ്, ഇരമ്യാവ്, എഗസ്കേൽ, ദാനിയേൽ, അഗായി, മലാഖി, ഇവരെല്ലാവരും തന്നെ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രവചിച്ചവരാണ്. അതായത് യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ ഇരട്ടിയിലധികം അവൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, യേശു കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ എവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അവൻ എവിടെ വളരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അവൻ എവിടെ മരിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. മരണശേഷം അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞു, തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിരുവെഴുത്തിന്റെ നിവൃത്തിയായിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ, അവൻ അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. കരങ്ങളടിച്ച് ശക്തിയോടെ പിശാചികൾക്ക് പറ, പിശാചേ, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഞങ്ങൾ കൊല്ലംകാരോട് പറയാം, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതുപോലെ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പോകുന്നുമില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഇങ്ങനെ ക്രൂശിക്കപ്പോൾ പീലാത്തോസ് ഓർഡർ ഇട്ടു, വേഗത്തിൽ മരിക്കാൻ വേണ്ടി ക്രൂശിക്കപ്പെട്ടവരുടെ കാൽമുട്ടുകൾ തല്ലി ഓടിക്കാൻ പറഞ്ഞു. കാരണം പിറ്റേ ദിവസം ശബത്താണ്, ശബത്തിൽ ഡെഡ് ബോഡി കിടക്കാൻ പാടില്ല, അതുകൊണ്ട് വേഗത്തിൽ മരിക്കാൻ. അപ്പോൾ പടയാളികൾ വന്ന് യേശു കർത്താവിൻ്റെ അപ്പുറത്തുള്ളവൻ്റെയും ഇപ്പുറത്തുള്ളവൻ്റെയും കാൽമുട്ട് തല്ലി ഓടിച്ചു. പക്ഷേ യേശുവിൻ്റെ കാൽമുട്ട് തല്ലി അടിക്കാൻ വന്നപ്പോൾ നമ്മുടെ കർത്താവ് മരിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? അവൻ്റെ അസ്ഥികൾ ഒന്നും ഒടുങ്ങി പോകരുതെന്ന്. തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ എങ്ങനെ സംഭവിച്ചു? അവനങ്ങ് പോയാൽ മതി. അവൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ കർത്താവിൻ്റെ വിലാപ്പുറത്തേക്ക് ഒരു കുന്തം കുത്തിയിറങ്ങി. അപ്പോൾ രക്തവും വെള്ളവും വന്നു. അതിൻ്റെ അർത്ഥം നിനക്ക് വേണ്ടി ഊറ്റാൻ ഈ ശരീരത്തിൽ ഇനി രക്തമില്ലെന്ന്. നിനക്കങ്ങ് പോയാൽ പോരായോ? നീ എന്തിനാ തിരിച്ചു വന്ന് എൻ്റെ കർത്താവിൻ്റെ മാർവിൽ കുന്തം കുത്തി ഇറക്കിയത്? യോഹന്നാൻ വിട്ടില്ല. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്ന മറ്റൊരു തിരുവെഴുത്ത് നിവർത്തിയാവാൻ അങ്ങനെ സംഭവിച്ചു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കർത്താവ് അറിയാതെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിനക്കൊന്നും സംഭവിക്കുകയുമില്ല. ഒന്ന് കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറ. പിശാചികൾക്ക് പറ, എൻ്റെ അപ്പച്ചൻ അറിയാതെ
എനിക്കൊന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം, യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളതിന്. 2 പുതിയ നിയമ എഴുത്തുകാരുടെ സാക്ഷ്യം. സുവിശേഷം 4 എഴുത്തുകാരുണ്ട്, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇവർ 4 പേരും യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 പേർ ചേർന്ന് 21 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ എഴുതി. 21 ലേഖനങ്ങളിലും യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിലെ ഏക പ്രവചന കേന്ദ്രമായ വെളിപ്പാട് പുസ്തകം കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളുമാണ്. മനുഷ്യവർഗത്തിന് വേണ്ടി സമ്പൂർണ്ണ താഴ്ച ഭവിച്ച യേശു കർത്താവിനെ സമ്പൂർണ്ണ മഹത്വവാനായി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. അപ്പോൾ 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 3 സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 10 വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ വെള്ള വസ്ത്രധാരികളായ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ മടങ്ങി വരും. അപ്പോൾ 1 പഴയ നിയമം നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഇതന്നെ പറയുന്നത്. 1 പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. മക്കളെ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഉട്ടോപ്യമൊന്നുമല്ല, സംഭവിക്കാതിരിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി മാറും, എൻ്റെ തലയ്ക്കുന്നുള്ള ആകാശം മാറും, എൻ്റെ കർത്താവിൻ്റെ വചനം മാറില്ല. സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. 4 കർത്തൃമേശയുടെ സാക്ഷ്യം. 1 കൊരിന്ത്യർ ലേഖനം 11:26, ഞാൻ വരുവോളോ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തിരിഞ്ഞ് അവൻ്റെ ക്രൂശുമരണത്തെ പ്രസ്താവിക്കുമ്പോൾ തിരുമേശ അവനിതുവരെയും വന്നില്ല എന്ന് വിളിച്ചറിയിക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ കർത്തൃമേശ അനുഭവിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഇതുവരെ വന്നില്ല. നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും. പിന്നെ അടുത്തത് 4 കർത്തൃമേശയുടെ സാക്ഷ്യം. 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം? 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം നാം വായിക്കുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അപ്പോൾ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും. അതായത് ദൈവത്തിൻ്റെ സഭ ഇവിടെ ഇപ്പോൾ ഉണ്ട്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെയുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറയാം, പാപം ഇല്ലാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം വർദ്ധിക്കാഞ്ഞിട്ടല്ല ദൈവന്യായ വിധി വരാത്തത്. ഇനിയും പാപം പെരുകാനൊന്നുമില്ല, ഇനിയും ദുഷ്ടത വർദ്ധിക്കാനൊന്നുമില്ല, ഇനിയും വഷളത്വം വർദ്ധിക്കാനൊന്നുമില്ല. എന്നാൽ ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നെഗറ്റീവല്ല, പോസിറ്റീവാണ്. അതിലൊന്നാം കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. അതായത് നോഹയുടെ കാലത്ത് പാപം എത്ര പെരുകിയാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ ദൈവം ന്യായവിധിയുടെ വെള്ളമിറക്കില്ല. ലോത്തിൻ്റെ കാലത്ത് എത്ര വഷളത്വം വർദ്ധിച്ചാലും ലോത്ത് പട്ടണം വിടാതെ ദൈവം തീയിറക്കത്തില്ല. ഇന്ന് രാത്രി ഞങ്ങൾ കൊല്ലംകാരോട് പറയാം, ഇവിടെ പാപം പെരുകാഞ്ഞിട്ടല്ല, ഇവിടെ ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, ഇവിടെ വഷളത്വം പെരുകാഞ്ഞിട്ടല്ല, ദൈവത്തിന് ന്യായവിധി ഇടിച്ചിറങ്ങാത്തത് സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കളുടെ അതുകൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം പറയുന്നവന്റെ വില, ഹല്ലേലൂയ പറയുന്നവന്റെ വില, ആരാധിക്കുന്നവന്റെ വില നിനക്കറിഞ്ഞുകൂടാ. എന്നാൽ സ്തോത്രം പറയുന്നവന്റെ വില, ആരാധിക്കുന്നവന്റെ വില അധികം താമസിയാതെ ലോകം തിരിച്ചറിയും. സ്തോത്രം. മുള്ളുകളുടെ താമരകളാകുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ മുള്ളുകൾ കൊണ്ടിവിടെ നിറയും. ചെന്നായിക്കട നടുവിലെ കുഞ്ഞാടുകളാകുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ ചെന്നായിക്കളെ കൊണ്ടിവിടെ നിറയും. ഇരുണ്ട സ്ഥലത്ത് ജ്യോതിർഗോളങ്ങളെ പോലെ പ്രകാശിക്കുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഈ ഭൂമി നിറയും. സുഹൃത്തേ, ഈ ലോകം ഇങ്ങനെ പോകാൻ കാരണം കർത്താവിൻ്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഭൂമി പുടുപുട പൊട്ടും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഭൂമി കിറുകിറ കിറങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും. കാരണം ഇതിൻ്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുകയാണ്.
ഇത് വീഴും, എഴുന്നേൽക്കുകയില്ല. ഒരു സെക്കൻഡിൽ 6 എന്ന കണക്കിന് ഭൂമി കുലുക്കമുണ്ടാകും. വെളിപ്പാട് പുസ്തകം പറയുന്നത് മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണം വീണുപോയി, താലന്തോളം വലിപ്പമുള്ള കല്ലായി, വലിയ കൽമഴ ആകാശത്തും മനുഷ്യരുടെ മേൽ പെയ്തു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വൻ പട്ടണങ്ങൾ കാണാതെയാകുന്ന, വലിയ ദ്വീപുകൾ ഓടിപ്പോകുന്ന വലിയ ഭൂമി കുലുക്കങ്ങൾ ഇവിടെ ഉണ്ടാകും. ബോംബ പോലെ, കൽക്കട്ട പോലെ, മദ്രാസ് പോലെ, തിരുവനന്തപുരം പോലെ, കൊല്ലം പോലെ, എറണാകുളം പോലെ വലിയ വലിയ പട്ടണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കാണാതാകുന്ന ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇവ പിടിച്ചു നിർത്തപ്പെടാൻ കാരണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം പറയുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, പുറത്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ട് ഞാൻ പറയാം, എന്നെ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. മനുഷ്യ, നിന്റെ വർഷങ്ങളുടെ പണിയില്ലാതാക്കാൻ ദൈവത്തിന് 20 വർഷം വേണ്ട. 50 വർഷം കൊണ്ട് നീ കെട്ടിപ്പൊക്കിയത്, 25 വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയത് തമ്പുരാൻ ഇടിച്ചു കളയാൻ 25 വർഷം വേണ്ട, 25 മിനിറ്റ് വേണ്ട, 25 സെക്കൻഡ് വേണ്ട. കൊല്ലം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയല്ലേ? കൊട്ടാരക്കര തല ഉയർത്തി നിൽക്കുകയല്ലേ? തിരുവനന്തപുരം തല ഉയർത്തി നിൽക്കുകയല്ലയോ? 100 വർഷം കൊണ്ട് നീ കെട്ടിപ്പൊക്കിയത് ഇല്ലാതാക്കാൻ ദൈവത്തിന് 2 സെക്കൻഡ് മതി. 2 സെക്കൻഡ് മതി. റിക്ടർ സ്കെയിലിൽ 5.5 6.4 രേഖപ്പെടുത്തുന്ന ഒരു ഭൂമി കുലുക്കമുണ്ടായാൽ ഇത് മുഴുവൻ ഇടിഞ്ഞു പൊടിഞ്ഞിവിടെ താഴെ വീഴും. ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. ഒന്ന് ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച ദൈവസഭ. ഈ പ്രധാന പട്ടണമൊക്കെ 50 നിലയും 100 നിലയും 150 നിലയുള്ള കെട്ടിടങ്ങളുണ്ട്. മനുഷ്യൻ ഉങ്ക് കാണിക്കുന്ന, അഹങ്കാരം കാണിക്കും. എന്തോ കെട്ടിടം. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, ലോകത്ത് ഞങ്ങളെ കേൾക്കുന്ന സഹിത കെട്ടിടത്തിന്റെ വലിപ്പം കണ്ടും ഭൂമിയുടെ വിസ്തൃതി കണ്ടും അഹങ്കരിക്കരുത്. 1 സെക്കൻഡ് കൊണ്ട് ഇതിനെല്ലാം ഇടിച്ച് പൊടിച്ച് കളയാൻ ദൈവത്തിന് കഴിയും. ഇടിയാതിരിക്കുന്നത്, ആടാതിരിക്കുന്നത്, കുലുങ്ങാതിരിക്കുന്നത് കർത്താവിന്റെ സഭയുടെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ പരിശുദ്ധാത്മാ പറയുകയാണ്, ഈ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധിക സമയം വേണ്ട. ഇന്നലെ തന്നെ ചിന്തിച്ചു നോക്കി, എത്ര ഫ്ലൈറ്റ് റദ്ദാക്കപ്പെട്ടു. നിങ്ങൾ ഇവൻ ചിന്തിച്ചേ, കേരളത്തിൽ മാത്രമല്ല കല്യാണം, ലോകത്ത് എത്രയോ കല്യാണങ്ങൾ ഇന്നലെ ക്യാൻസലായില്ലേ? എത്ര ഫംഗ്ഷന് പോയി പാസ്റ്ററെ, എത്ര വലിയ ബിഗ് ഡീലുകളില്ലാത്തപ്പെട്ടു. ആരെങ്കിലും ചിന്തിച്ചോ? ആരെങ്കിലും ചിന്തിച്ചോ? മനുഷ്യന്റെ ഹൃദയത്തിൽ പല താല്പര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകും. നിനക്ക് പ്ലാനുകളൊക്കെ തയ്യാറാക്കാം, നടത്തി വരുന്ന ദൈവം തമ്പുരാനാ. കഴിഞ്ഞ ദിവസം യോനയുടെ കാര്യം ഞാൻ പ്രസംഗിച്ചപ്പം യോന ഉപദേശം അങ്ങോട്ട് ചെന്നതുമല്ല, ഉടനെ ടിക്കറ്റ് കിട്ടി. സാധാരണ ഇരിക്കാനേ സീറ്റ് കിട്ടത്തുള്ളൂ, പുള്ളിക്ക് കിടക്കാൻ സീറ്റ് കിട്ടി. സാധാരണ മേളിലാണ് ടിക്കറ്റ് കിട്ടുന്ന വെച്ചാൽ പുള്ളിക്ക് അടി കിട്ടി. കപ്പലും റെഡിയായിരുന്നു, ടിക്കറ്റും റെഡിയായിരുന്നു. പക്ഷെ യാത്ര പോകണമെന്ന് തമ്പുരാൻ തീരുമാനിക്കും. പ്ലെയിൻ റെഡിയായിരിക്കും, ടിക്കറ്റ് റെഡിയായിരിക്കും, വിസ റെഡിയായിരിക്കും. പോകണോ എന്ന് തമ്പുരാൻ തീരുമാനിക്കും. ഒന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞോ. ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കുഞ്ഞ്, കൃപയാ. ഏതാണ്ടൊക്കെ ആയെന്ന് നിഗളിക്കരുത്. വല്ല ആയെങ്കിൽ കൃപയാന്ന് ഓർത്തോണം. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു. 1, പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം. ഞാൻ ചോദ്യം കൂടെ ചോദിക്കും. 2, പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം. 3, സ്വർഗ്ഗദൂതന്മാരുടെ സാക്ഷ്യം. 4, കർത്തൃമേശയുടെ സാക്ഷ്യം. 5 ഉണ്ടോ? ഇത്രയും ക്ലിയർ ആയല്ലോ? പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം. 6, ദൈവസഭയുടെ സാക്ഷ്യം. എന്തിനെ കുറിച്ചാ? കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച്. ദൈവസഭയുടെ സാക്ഷ്യം നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം. നമ്മുടെ സമയത്ത് നിർത്തേണ്ടതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം. 1 Corinthians chapter 16 verse 22. 1 കൊരിന്ത്യർ 16:22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ,
നമ്മുടെ കർത്താവ് വരുന്നു. ഇത് കൊരിന്ത്യ ലേഖനത്തിന്റെ കൺക്ലൂഷൻ വാചകമാണിത്. പൗലോസ് അപ്പോസ്തലൻ എഴുതി അവസാനിപ്പിക്കുകയാണ്. ഈ കൺക്ലൂഷൻ വാചകം സഭയുടെ സല്യൂട്ടേഷനായി മാറി, വന്ദനമായി മാറി. ആരംഭ നൂറ്റാണ്ടിലെ സഭയുടെ വന്ദനമായി മാറി. എന്നാൽ എഴുതിയിരിക്കുന്ന കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ്, അത് വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷ നിങ്ങൾക്കറിയാം, മാറാനാഥ, അനാഥമ. ഒന്ന് പറഞ്ഞേ, മാറാനാഥ. ഞാൻ മാറാനാഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനാഥം എന്ന് പറഞ്ഞേ. മാറാനാഥ. അയ്യോ, ഇത്ര ശബ്ദമുള്ളു. മാറാനാഥ. മാറാനാഥ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മാറി നിൽക്കടാന്നല്ല. മാറാനാഥ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു. കയ്യൊന്ന് ഉയർത്തിപ്പിടി. നിങ്ങളെ കണ്ടെനിക്ക് സന്തോഷമുണ്ട്. ഇത്ര ആരാധിക്കുന്ന ദൈവമക്കൾ ഈ പട്ടണത്തിൽ കൂടിയപ്പോ കയ്യൊന്ന് ഉയർത്തിപ്പിടി. ഉറക്കപ്പറ, ഞങ്ങളുടെ കർത്താവ് വരുന്നു, ഞങ്ങളുടെ കർത്താവ് വരുന്നു. കൈയടിച്ച് സ്തോത്രം പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് വരുന്നു. നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശു മടങ്ങി വരുന്നു. ഇത് പറയാൻ അവിടെ ഒന്നയച്ചു കൂടിയേ. പണ്ട് പെന്തക്കോസുകാരുടെ കൺവെൻഷനിൽ അവസാനം ഒരു മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നു. ഞാനിത് ജനിച്ചു വളർന്നവനാ. എന്താ മുദ്രാവാക്യം വിളി എന്നറിയാമോ? പലതും മറന്നു കൂട്ടതേ നമ്മൾ മറന്നു. എന്തായിരുന്നു നമ്മുടെ മുദ്രാവാക്യം വിളി? എന്തായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു. മറന്നുപോയോ? പാപികളെ. അപ്പൊ ഓർമ്മയുണ്ടോ? നമുക്ക് ഒന്നിച്ച് വിളിക്കാം. റിക്കാർഡ് പോട്ടെ. യേശു ക്രിസ്തു. കൈ ഉയർത്തിപ്പെടി. യേശു ക്രിസ്തു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി. കൈ ഉയർത്തിപ്പെടി. പട്ടണം കേൾക്കട്ടെ. യേശു ക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഈ രാത്രി ഉച്ചവാസയുടെ ശബ്ദപരിചയങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരി, ഇല്ലെങ്കിലും ശരി, ഈ നിങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ മരിച്ച ക്രിസ്തു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തെഴുന്നേറ്റ നാസറേയനായ യേശു ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ രക്ഷിതാവ്, രാജാതി രാജാവായി വേഗം വരാൻ പോകുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ള. അപ്പോൾ ഒന്ന്, സഭയുടെ സല്യൂട്ടേഷൻ, വന്ദനം കർത്താവിൻ്റെ വരവായിരുന്നു. അതായത് ശ്രദ്ധിച്ചിരിക്കണം, 2 വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ ഒരാൾ പറയും മാറാനാഥ, മറ്റേയാൾ പറയും അനാഥമ. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു. അവനെ സ്നേഹിക്കാത്തവനും. വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ പറയുന്ന എന്തായിരുന്നു? അയ്യോ ഒന്ന് പറയുന്നേ. ശരി, നമ്മൾ എല്ലാ രാജ്യങ്ങളിലും സല്യൂട്ടേഷൻസ് ഉണ്ട്. ഇന്ത്യയുടെ സല്യൂട്ടേഷൻ എന്താ? ഇന്ത്യയുടെ വന്ദനം എന്താ? നമസ്തേ അല്ലേ? സായിപ്പിൻ്റേതോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇസ്രായേൽക്കാർ കണ്ടാൽ പറയും ഷലോം. പെന്തക്കോസുകാരുടെ വന്ദനം എന്നാ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇപ്പോൾ ഒരു വിശ്വാസി പ്രൈസലോട് പറഞ്ഞാൽ മറ്റേ പുള്ളി ചോദിക്കും, പുതിയ വിശ്വാസി ആയിരിക്കില്ലേ പറഞ്ഞു? പുതിയ വിശ്വാസിയെ പ്രൈസലോട് പറയത്തുള്ളൂ. എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ യൂട്യൂബിൽ കണ്ടാണ്, ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലൊരു ചോദ്യമാണ്, നിങ്ങൾ പെന്തക്കോസുകാർ തമ്മിൽ കാണുമ്പോൾ എന്നാ ഈ സ്തോത്രം കൊടുക്കുന്നതെന്ന്. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും? നമ്മൾ തമ്മി സ്തോത്രം കൊടുക്കല്ലച്ചാ. ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ വീതം, ഒരു മണിക്കൂറിൽ 21,400 പേർ വീതം, ഒരു മണിക്കൂറിൽ 21,400 പേർ വീതം, ഒരു ദിവസം 5,18,000-ത്തിലധികം പേർ വീതം ഈ ലോകത്തോട് യാത്ര പറയുക. നിങ്ങളും ഞാനും ഒരു പ്രാവശ്യം ശ്വസിക്കുമ്പോൾ നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള, നിങ്ങളെക്കാൾ സമ്പത്തുള്ള 6 പേർ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കും. കഴിഞ്ഞ രാത്രി നിങ്ങൾ യോഗത്തിന് വന്ന് മടങ്ങി വീട്ടിൽ പോയി മടങ്ങുന്ന നേരം കൊണ്ട് 5 ലക്ഷം ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നിട്ട്
ഏകദേശ കണക്കാ. അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം വെച്ച് 7-5 35 ലക്ഷം ആളുകൾ ഭൂമിയിൽ നിന്ന് മാറ്റ പറഞ്ഞു. നിന്നേക്കാ പ്രായം കൂടി വരും, കുറഞ്ഞു വരും. ഇന്നത്തെ പത്രം നോക്കിയോ, 13കാരൻ, 18കാരൻ, 22കാരി, 43കാരി, 58കാരനൊക്കെ പോയി. അപ്പോൾ നമ്മൾ തമ്മി സ്തോത്രം കൊടുക്കുകയല്ല, നമ്മൾ തമ്മി കാണുമ്പോൾ സ്തോത്രം പറയുന്നതിന്റെ അർത്ഥം ഇതാ: പ്രിയ സഹോദര സഹോദരി, നാം തമ്മിൽ കണ്ടു പിരിഞ്ഞ ശേഷം എത്രയോ ലക്ഷങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണുവാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. വീണ്ടും കാണാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രിയപ്പെട്ടവനെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, സ്തോത്രം പറയണം. നിന്റെ ദൈവദാസനെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, സ്തോത്രം പറയണം. ഒന്നുകൂടെ കൈകളൊക്കെ അടിച്ച് ശബ്ദത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലംകാർ ദൈവത്തെ സ്തുതിക്കുന്നവരാ. മക്കളെ, കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞ കൃപയാ. ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ കൃപയാ. കരമൊന്നടിക്കാൻ കഴിഞ്ഞ കൃപയാ. വായൊന്ന് തുറക്കാൻ കഴിഞ്ഞ കൃപയാ. തുറന്ന വായൊന്ന് അടയ്ക്കാൻ കഴിഞ്ഞ കൃപയാ. വിശ്വാസികൾ തമ്മി കാണുമ്പോൾ മാത്രമല്ല സ്തോത്രം പറയേണ്ടത്. രാവിലെ നീ കിടക്കപ്പായി നീ ഇങ്ങോട്ട് എഴുതുവറ്റ് വരുമ്പം നിന്റെ പ്രിയപ്പെട്ട ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയും. രാവിലെ നിന്റെ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയണം. നിന്റെ കുഞ്ഞെഴുന്നേറ്റ് വരുമ്പോൾ കർത്താവിന് സ്തോത്രം പറയണം. ഒരു ദിവസമെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ നിന്റെ എൻ്റെ മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാണ്. ഓ ശബ റഗിനിയ. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി: കർത്താവേ, ഇന്ന് രാവിലെ ഉണരേണ്ടവരുടെ ലിസ്റ്റിൽ നീ എൻ്റെ പേരെഴുതിനാ, നിനക്ക് നന്ദി. കൈയടിച്ച് വാ തുറന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ: എൻ്റെ കർത്താവേ, ഇന്ന് രാവിലെ ഉണരേണ്ടവരുടെ ലിസ്റ്റിൽ നീ എൻ്റെ പേരെഴുതിനാ, നിനക്ക് സ്തോത്രം. അപ്പൊ വന്ദനം നമ്മൾ പ്രൈസലോട് പറയുന്നതിന് പകരം അവർ പറഞ്ഞിരുന്ന വന്ദനം എന്തായിരുന്നു? മാറാനാഥോ അനാഥമാ. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു, അവനെ സ്നേഹിക്കാത്തവനും ശവിക്കപ്പെട്ടവൻ. ശ്രദ്ധിച്ചു കേൾക്കണം. സഭയുടെ വന്ദനം, കർത്താവിൻ്റെ വരവ്. 1 തെസ്സലോനിക്ക ലേഖനം 4:15 സഭയുടെ പ്രത്യാശ. വൈജു സിസ്റ്ററെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നതിനായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്തത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് ക്രിസ്തീയ പ്രത്യാശ കർത്താവിന്റെ വരവായിരുന്നു. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. മരണത്തിന് വേദവസം കൊടുത്ത സുന്ദര പേരിലൊന്നാണ് നിദ്ര, ഉറക്കം. എന്താ ഉറക്കം എന്ന് പറഞ്ഞാൽ? എന്തിനാ നിദ്ര എന്ന് പറഞ്ഞാൽ? ഉറങ്ങുന്നവർ ഉണരും. കർത്താവിന്റെ വരവിൽ ശുദ്ധന്മാർ ഉയർക്കുന്നത് 50 വർഷം മുമ്പ് മരിച്ചൊരു ദൈവവൈതൽ 50 വർഷത്തെ ക്ഷീണത്തോടല്ല എഴുന്നേറ്റ് വരുന്നത്. ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് രാവിലെ എഴുന്നേറ്റ് വരുന്ന പോലാണ്. അത് 50 കഴിഞ്ഞാലും 100 കഴിഞ്ഞാലും ഉറങ്ങുന്നവൻ ഉണരും, അല്ലേ? സ്തോത്രം. അപ്പം നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലാകരുത്. നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവാ. നമ്മളെപ്പോഴും പറയും, കർത്താവ് വന്നാൽ ഈ ശവം അടക്കേണ്ടി വരില്ലെന്ന് നമ്മൾ പറയില്ലേ? അങ്ങോട്ട് പോകുന്ന വോക്കിലാണെങ്കിൽ അന്നേരം വരും. അതാണ് നമ്മുടെ പ്രത്യാശ. കർത്താവിൻ്റെ വരവ് വരെ ഉറങ്ങാൻ പൊക്കോളാനാണ് പറയുന്നത്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. സ്തോത്രം. അപ്പോൾ പ്രത്യാശ. 1 സഭയുടെ വന്ദനം, കർത്താവിൻ്റെ വരവ്. 2 സഭയുടെ പ്രത്യാശ, കർത്താവിൻ്റെ വരവ്. 3 സഭയുടെ കാത്തിരിപ്പ്. ഫിലിപ്പിയ ലേഖനം 3-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ സഭയുടെ കാത്തിരിപ്പ് കർത്താവിൻ്റെ മടങ്ങിവരവായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഈ കൊല്ലത്ത് നിന്ന് പറയാം: യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് പ്രസംഗിക്കാത്ത സഭ ദൈവസഭയല്ല. യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കാത്ത സഭ ദൈവസഭയല്ല. ഇന്ന് രാത്രി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, സുഹൃത്തെ, നിന്റെ സഭയെ നീ കൂടുന്ന പള്ളി യേശു മടങ്ങി വരുമെന്നും മടങ്ങിവരവനായി ഒരുങ്ങിയിരിക്കണമെന്നും പ്രസംഗിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ സഭ ദൈവസഭയല്ല. ഈ പിള്ളേർക്ക്, നിന്റെ തലമുറയ്ക്ക് എത്ര പേർക്കുണ്ട് യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ? കൃത്യ പേരൊക്കെ ഉണ്ടേലേ യേശു വരുമെന്നും വന്നാൽ പോകുന്നു നിന്റെ തലമുറയ്ക്ക് ഉറപ്പുണ്ടോ?
ഞാൻ ഈ സാധാരണ ഞങ്ങളുടെയൊക്കെ പ്രസംഗമൊക്കെ യൂട്യൂബിലൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിലെ കമൻ്റൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഈ അടുത്ത സമയത്ത് ആരോ ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൻ്റെ ഒരു കട്ടിങ് ഇട്ടപ്പം അതിനടിയിൽ ഒരു പെങ്കൊച്ച് വന്ന് എഴുതിയേക്കാം. പെങ്കൊച്ച, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. ആ നോക്കിയിരുന്നു ഒപ്പം വരുമെന്ന്. പാസ്റ്റർ ജെറാൾഡ് പാസ്റ്റർ. അപ്പം ഞാൻ ഇത് എഴുതിയവളാണെന്ന് നോക്കി, അവിടെ പേരാണ് എലിസബത്ത് ജോർജ്. എലിസബത്ത് ജോർജ് എഴുതി വെച്ചേക്ക, തപ്പിപ്പിടിച്ചു വന്ന് എഴുതിയേക്കുക നോക്കിയിരുന്നോ കർത്താവ് വരുമെന്ന്. അപ്പം നീ എന്താ തലമുറയെ പഠിപ്പിച്ചേ? യേശു കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ പ്രത്യാശ നിന്റെ തലമുറയുടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടോ? പെന്തക്കോസുകാരനോട് ഞാൻ ചോദിക്കുക, കർത്താവ് വരുമെന്ന് നിന്റെ തലമുറയ്ക്ക് ഉറപ്പുണ്ടോ? വന്നാ പോകുമെന്ന് ഉറപ്പുണ്ടോ? ആ ഉറപ്പ് പ്രാപിക്കണം. സ്തോത്രം. കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം എന്ന് പറഞ്ഞേ. അപ്പം 3 കാര്യം ഞാൻ സഭയെക്കുറിച്ച് പറഞ്ഞു. 1, സഭയുടെ വന്ദനം, കർത്താവിൻ്റെ വരവ്. 2, സഭയുടെ പ്രത്യാശ, കർത്താവിൻ്റെ വരവ്. 3, സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ. സിസ്റ്റർ ഈ വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് പുസ്തകം 22:20. സഭയുടെ പ്രാർത്ഥന. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്തു. അടുത്തത് ആമേൻ കർത്താവായ യേശുവേ, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സഭയുടെ പ്രാർത്ഥന എന്തായിരുന്നു? പറ. ആമേൻ കർത്താവായ യേശുവേ, ആമേൻ കർത്താവായ യേശുവേ. ഇങ്ങനെ കേൾക്കുന്നില്ല. ആമേൻ കർത്താവായ യേശുവേ. സഭയുടെ പ്രാർത്ഥന. കാനവച്ചൻ പറഞ്ഞു പണ്ട് കർത്താവെ വരണമേ എന്നായിരുന്നു. ഇപ്പം സഭയുടെ പ്രാർത്ഥന കർത്താവെ തരണമേ എന്നാ. കർത്താവെ തരണമേ, തന്നൊന്നും പോരാ. ഞാൻ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ദൈവകൃപയാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വളരെയധികം കല്യാണം നടത്താറുണ്ട്. എനിക്കറിയാം. അതെല്ലാം വയറിലാണ്. 30 ലക്ഷം 40 ലക്ഷം ഒക്കെ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മിനിയാന്നും കണ്ടിവിടെ ഈ അടുത്ത് കുണ്ടറയിൽ YMCA കല്യാണം നടത്തി. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കും. ഈ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അങ്ങ് വരെ അല്ലേ, കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ ധൃതി ആർക്കാ? ശാന്തമായി ആലോചിച്ച് പറഞ്ഞാൽ മതി. മണവാളനാണോ മണവാട്ടിക്കാണോ? കണ്ടോ, സഹോദരിമാർ പറഞ്ഞു കഴിഞ്ഞു മണവാളനാണ്. ഇവർ പറയും മണവാട്ടിക്കാണ്. ആരൊക്കെ? പിന്നെ ചില മെടുക്കർ പറയും 2 പേർക്ക് വന്നു. സത്യസന്ധമായി പറയണം. കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ ധൃതി ആർക്കാ? മണവാട്ടിക്ക്. അച്ഛൻ പറഞ്ഞു മണവാട്ടിക്കാണ്. നിങ്ങൾ പറഞ്ഞേ. പക്ഷെ വേദപുസ്തകത്തിൽ ആർക്കാ ധൃതി എന്നറിയാവോ? എന്താ? ഒന്ന് ക്ലിയറായിട്ടൊന്ന് വായിച്ച് കേൾപ്പിച്ചേ. മണവാളൻ പറഞ്ഞു ആമേ ഇതാ ഞാൻ, വായിക്ക് സിസ്റ്ററെ, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പൊ മണവാട്ടി എന്നാ പറഞ്ഞേ? ആമേൻ കർത്താവ് യേശുവേ വരേണമേ. നമ്മൾ ചേർത്തതാന്നേ വേഗം വരണേന്ന്. മണവാളൻ പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു. മണവാട്ടി പറഞ്ഞു ആമേ കർത്താവ് യേശുവേ വരേണമേ. അത്ര ധൃതിയൊന്നും വെക്കണ്ട, പതുക്കെ വന്നാ മതിയെന്നേ. പണ്ട് പെന്തക്കോസുകാരൻ്റെ പാട്ട് എന്തൊക്കെയായിരുന്നു അറിയാവോ? എന്നു വരും, എപ്പോൾ വരും, പോയതുപോ എൻ മണവാളനേ. പിന്നെ കത്തുകത്തേകനായി നിൻ വരമോർത്തു ഞാൻ നാളത്ര നീക്കിയൻ. പിന്നെ മൽപ്രിയനേ ഇതരയിൽ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. പിന്നെ കന്തനെ കാണുവാൻ ആർത്തിമാളേരുന്നേ ഇല്ല പ്രത്യാശ. അച്ഛാ ഉപവാസ പ്രാർത്ഥനയ്ക്കും കൺവെൻഷനും എല്ലാം ഇതായിരുന്നു പാട്ട്. ഇപ്പോഴത്തെ നമ്മുടെ പാട്ട്, ആ പാട്ടിനല്ല ഞാൻ കുറ്റം പറയുന്നേ. ഇതുപോലെ ദൈവസ്നേഹത്തെയും കൃപയും കുറിച്ച് വർണ്ണിപ്പാൻ പറ്റിയൊരു പാട്ടില്ല. പക്ഷെ നമ്മുടെ പാട്ട് അന്നവോ ശ്രോതിനോൻ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് കർത്താവേ ഇപ്പോഴങ്ങ് ഇങ്ങോട്ട് വരല്ലേ. പട്ടിണിയുടെ നാളെ പാട്ട് എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളനെ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഏതായാലും ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ പ്രാവശ്യത്തെ കേരള സ്റ്റേറ്റിൻ്റെ കൺവെൻഷന് തന്നെ കർത്താവിൻ്റെ വരവെടുത്തു. അതൊരു നല്ല സിംറ്റമാണ്. പക്ഷെ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നത് 7 ദിവസം കൊണ്ട് 360 460 പേരൊക്കെ പ്രസംഗിക്കുന്ന നമ്മുടെ പെന്തക്കോസ് യോഗങ്ങളുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഒരുത്തം പോലും മിണ്ടത്തില്ല. പണ്ട് 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ട്, 1 ദിവസം കർത്താവിൻ്റെ മടങ്ങി വരവാ. ഇപ്പം അതങ്ങ് നിന്നു.
അതിനുവരെ പിടിച്ചോ പ്രാപിച്ചോ ചാടിക്കോ എന്നാ. കടന്ന് ചാടാനും ആള്. ഇവിടെ പ്രാപിച്ചോ നീ എന്താ പ്രാപിക്കാൻ? ഇത്രയൊക്കെ പോലെ ആണ്ട് സ്വോത്രം പോയി ഓക്കണ്ടില്ലേ സ്വോത്രം. അപ്പൊ ഇപ്പം ആ പ്രസംഗം ഇല്ലാതായി. കാരണം എന്നറിയാമോ? പ്രസംഗിച്ച് പ്രാസംഗികന് തന്നെ ഇപ്പം സംശയമായി കർത്താവ് വരുമോന്ന്. അഥവാ വന്നാ പോകുമെന്ന് അയാൾക്ക് ഉറപ്പില്ല. ഈ രാത്രി ഞാൻ കൊല്ലംകാരോട് പറയാം, നമ്മുടെ കർത്താവ് ആരെയും കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല. കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ യേശു വരും. കർത്താവ് ആരെ ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല. ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ യേശു വരും. ശക്തിയോടെ കരം അടിച്ച് ദൈവത്തെ സ്തുതിച്ച്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. സഭയുടെ വന്ദനം കർത്താവിൻ്റെ വരവ്, സഭയുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവ്, സഭയുടെ കാത്തിരിപ്പ് കർത്താവിൻ്റെ വരവ്, സഭയുടെ പ്രാർത്ഥന. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. വേഗം തന്നെ കൂട്ടിക്കൂ, വരണമേ. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ 7 സാക്ഷി തെളിവ് പറഞ്ഞ് 6 പറഞ്ഞു കഴിഞ്ഞു. 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 3 സ്വർഗദൂതന്മാരുടെ സാക്ഷ്യം, 4 കർത്തൃമേശയുടെ സാക്ഷ്യം, 5 പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം, 6 സഭയുടെ സാക്ഷ്യം. 7ാമത്തെ സാക്ഷ്യം ഞാൻ പറയാൻ പോകുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം. വേറെ ലോകത്തിലൊരു മഹാരഥനും പറയാത്തൊരു വാചകം പറഞ്ഞു പോട്ടു നമ്മുടെ കർത്താവാ. യോഹന്നാൻ സുവിശേഷം 14:1, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലോകത്തിൽ ഒരു മഹാരഥനും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോയത് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്, മുസോളജി പറഞ്ഞില്ല, കാർൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സജ്ജയ്ജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, മഹാത്മജി പറഞ്ഞില്ല, ശ്രീ മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ് ഞാൻ മടങ്ങി വരും. ഞങ്ങൾക്ക് യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് കാത്തിരിപ്പാൻ ഒരു സാക്ഷിയുടെയും ആവശ്യമില്ല. ഐ വിൽ കം അഗൈൻ. ഈ 3 വാചകം മതി. കാരണം അവൻ പോഷ്ക് പറയാത്തവനാണ്, അവൻ വ്യാജം പറയാത്തവനാണ്, അവൻ പോഷ്ക് പറയാൻ ആവശ്യമില്ലാത്തവനാണ്. നല്ല ശമര്യക്കാരൻ വഴിയാധാര ജീവിയായി കിടന്നവനെ രക്ഷപ്പെടുത്തി വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. ഹല്ലേലൂയ. വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു, ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. അവൻ പോഷ്ക് പറയുന്നവനല്ല, അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. യേശു മടങ്ങി വരും. കാരണം യേശു പറഞ്ഞു, യോഹന്നാൻ 14:3, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ കേൾക്കും. യോഹന്നാൻ സുവിശേഷം 14:18-19, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. യോഹന്നാൻ 14:19 വാക്യം, 14:19 വാക്യം, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കും. 14:28, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. ഇനി എന്താ ഉറപ്പ് വേണ്ടേ? നമ്മുടെ കർത്താവ് മടങ്ങി വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിറവേറാൻ താമസിക്കുന്നില്ല. ചിലരുടെ മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചവൻ ദീർഘക്ഷമ കാണിക്കുകയാണ്. യേശു കർത്താവിനെ വിസ്തരിക്കുന്ന വേളയിൽ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ കർത്താവിനോട് അവർ ചോദിച്ചു. പക്ഷേ കർത്താവ് നിശബ്ദനായിരുന്നു. യേശു ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുത്തില്ല. 2 ചോദ്യങ്ങൾക്ക് മാത്രമേ കർത്താവ് മറുപടി കൊടുത്തുള്ളൂ. ഞാൻ കൂടെ പറയാറുണ്ട്, നിങ്ങൾ കേൾക്കാറുണ്ട്. ദൈവമക്കളെ, നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ മറുപടി പറയാൻ പോകരുത്. മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കുക. പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ ദൈവം മറുപടി കൊടുക്കും. വേദവസം പറഞ്ഞ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറും. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നീ ഇരിക്കണം. നീ ഇരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നിന്റെ ദൈവവും നീയും ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കില്ല. നീ എപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമോ അപ്പോൾ ദൈവം ഇരിക്കുകയായിരിക്കും. എന്നാൽ നീ ഇരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. സന്തോഷത്തോടെ കൈയൊക്കെ ആട്ടി അച്ഛാ സ്തോത്രം പറ. കർത്താവിനോട് സംസാരിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ച്.
ഈ മോശ എന്ന മനുഷ്യൻ മിസ്രൈമിലെ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, മിസ്രൈമിലെ സകല ജ്ഞാനം ഒപ്പിസിപ്പിച്ചവനാണ്. ഒരു 25 എണ്ണമൊക്കെ വന്നാൽ ഒടിച്ചു മടക്കിയിടാനുള്ള ത്രാണിയും ശക്തിയും കായബലമുള്ളവനായിരുന്നു. സകല മർമ്മം പഠിച്ചു. മിസ്രൈമിലെ ഒരുത്തനിങ്ങോട്ട് വന്ന് മർമ്മം നോക്കി ഒരു അറ്റ അടി കൊടുത്തു. എന്നിട്ട് മണ്ണ് മാന്തി കുഴിച്ചിട്ടു. മരുഭൂമിയിലെ മണ്ണ് അങ്ങനെ ഇങ്ങനെ മാറ്റാനൊക്കെ ഇല്ല. അപ്പോൾ ആ പുള്ളി ഒറ്റ അടിക്കച്ചാൽ താഴെ അടിച്ചിട്ട് മണ്ണ് മാറ്റി കുഴിച്ചിട്ടു. പിറ്റേ ദിവസം അവനെ എങ്ങനെയും കൈകാര്യം ചെയ്തു. പിറ്റേ ദിവസം ഒരു ഇസ്രായേലും വന്നപ്പോൾ ആ മട്ടം മാറി. ഈ മിസ്രൈമിനെ എങ്ങനെയും കൈകാര്യം ചെയ്യുക ഇസ്രായേലിനെ പാട്, പ്രത്യേകിച്ച് ഉപദേശിമാരെ. അപ്പം ആരും പരസ്യമായെന്നറിഞ്ഞു. ഈ മനുഷ്യൻ ഓടിപ്പോയി. നോക്കൂ, 25 എണ്ണത്തെ ഒറ്റയടിക്ക് നിരത്തി താഴെയിടാൻ കഴിവുള്ള ഈ നേതാവിനെ തമ്പുരാൻ ആടിൻ്റെ പുറകെ വിട്ട് മര്യാദ പഠിപ്പിച്ചു, സൗമ്യനാക്കി. എൻ്റെ ദാസരായ മോശയെപ്പോലെ സൗമ്യൻ ഭൂമിയിലില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ മോശയുടെ സൗമ്യത കണ്ട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, ഒന്നുകൂടെ പറയാം. മോശയ്ക്ക് നേരെ മുഴുവൻ ജനവും ഇസ്രായേൽ കല്ലെടുത്തുകൊണ്ട് പാഞ്ഞു വന്നപ്പോൾ അവൻ നെടുമ്പാട് വീണെന്ന് മാത്രമല്ല, അവൻ കരഞ്ഞു. മോശെ 25 എണ്ണത്തെ ഒന്നിച്ച് നേരിടാൻ കഴിവുള്ള നീ എന്താ കരഞ്ഞേ? അവിടെ എഴുതിയിരിക്കുന്ന, അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് പ്രത്യക്ഷപ്പെട്ടു. നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി കൈനീട്ടുന്ന ഒരു ദൈവമുണ്ട്. ഇതാ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് പ്രത്യക്ഷനാകുന്ന ഒരു ദൈവമുണ്ട്. ശക്തിയോടെ കരം പഠിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ അപ്പോൾ നെടുമ്പാട് വീഴുമോ, അപ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അറിയാം. പ്രതിസന്ധിയുടെ നടുവിൽ കണ്ടത്തടിക്കും മുണ്ടത്തടിയും കൊണ്ട് നിൽക്കുന്നവനല്ല നേതാവ്. എന്നെ നോണ്ടിയാൽ ഞാൻ മാന്തുവെന്ന് പറയുന്നവനല്ല, എന്നെ പിച്ചിയാൽ ഞാൻ കീറുവെന്ന് പറയുന്നവനല്ല യഥാർത്ഥ നേതാവ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും മുട്ടിമേൽ വീഴുന്നവനാണ് യഥാർത്ഥ നേതാവ്. ക്രിസ്തീയ നേതാവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ നിനക്ക് വേണ്ടി ഉണ്ടാകും. നീ ആരാണെന്ന് ദൈവം തെളിയിക്കും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ മടങ്ങിവരവാണ് പ്രസംഗിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നു. ഞാൻ നമ്മുടെ 101ാമത്തെ ഹല്ലേലൂയ ചർച്ച് ഓഫ് ഗോഡ് ജനറൽ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ച് സ്റ്റേജിൽ കർത്തദാസ് ഉണ്ടായിരുന്നു. അതങ്ങ് പോയി, ആ ദൂതങ്ങ് പോയി. ആ ദൂതിലൊരു ദൂതുണ്ടായിരുന്നു. എന്തെന്നറിയാമോ? ഹല്ലേലൂയ 20 വർഷം ഈ എബ്രായനെ കളിപ്പിച്ചു. ദാവീദിനെ യാക്കോബിനെ അമ്മായപ്പൻ കളിപ്പിച്ചു. ഇവനൊരു മൊണ്ണയാണെന്ന്, മലയാള ഭാഷയിൽ ഒരു മന്ദബുദ്ധിയാണെന്ന്, ഒരു കളിപ്പിക്കാൻ പറ്റിയവനാണെന്ന് അവർ ചിന്തിച്ചു. അവിടെ നിന്നപ്പം കിട്ടിയ ദൂതാ ദൈവദാസ അഭിഷക്ത കളിപ്പിച്ചു 20 വർഷം. എന്നാൽ 20ാം വർഷത്തിൽ തമ്പുരാൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോടാ കൊച്ചനെ എന്ന്. അവൻ ഇറങ്ങി പിള്ളാരെ വിളിച്ചോണ്ട്. അപ്പോൾ ലാബാൻ പുറകാലെ വന്നു. പക്ഷെ അന്ന് രാത്രി തമ്പുരാൻ ഇറങ്ങി നിന്നു. യാക്കോബിന്റെ ഭയമായവൻ ഇറങ്ങി നിന്നു, തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 20 വർഷം എൻ്റെ വീട്ടിൽ ഒരു മന്ദബുദ്ധിയെ പോലെ കഴിഞ്ഞ, ഒരു പൊട്ടനെ പോലെ കഴിഞ്ഞ ഈ എബ്രായൻ, ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഇവന്റെ ദൈവവും എൻ്റെ ദൈവത്തെ പോലെയല്ല. ഈ രാത്രി ഹോളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്നെ പലരും പറ്റിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ പലരും കളിപ്പിക്കുന്നുണ്ടായിരിക്കാം, നീ ഒരു മന്ദബുദ്ധിയാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ നിന്നെ വിളിച്ചു പറയുന്നു, നീ ആരെന്തയും തെളിയിക്കോ. നീ സേവിക്കുന്ന ദൈവം ആരെന്തയും തെളിയിക്കും. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചോ. പ്രാർത്ഥിക്കുന്ന നീ, കരയുന്ന നീ, ആരാധിക്കുന്ന നീ ആരെന്തയും തെളിയിക്കും. നീ സേവിക്കും ദൈവം ആരെന്തെയും തെളിയിക്കും. പക്ഷേ ഒറ്റ കണ്ടീഷൻ, നീ ഇരിക്കണം, ദൈവം എഴുന്നേൽക്കണം. സ്തോത്രം. നമ്മുടെ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു. നമുക്ക് സിദ്ധാന്തം യോഗം നിർത്തണമല്ലോ. 2 ചോദ്യത്തിനെ കർത്താവ് മറുപടി പറഞ്ഞോളൂ. എല്ലാ ചോദ്യത്തിനും നീ മറുപടി പറയാൻ നടക്കണ്ട. മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിച്ചോ. പറയേണ്ട സമയത്ത് അവൻ മറുപടി കൊടുത്തു. ആ 2 ചോദ്യങ്ങൾ 2 അഹങ്കാരത്തിൻ്റെ ചോദ്യങ്ങളായിരുന്നു. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 19:10. സിസ്റ്റർ ഒന്ന് വായിച്ചോ. കർത്താവ് അവനോട്,
നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിക്കുവാനും അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചത്. അപ്പം കർത്താവ് അപ്പം വാ തുറന്നു. അവനൊരു അഹങ്കാരി ചോദ്യം ചോദിച്ചു. പീലാത്തോസ്, നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? നിന്നെ ക്രൂശിക്കാനും നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെയോ? അപ്പോൾ നമ്മുടെ കർത്താവ് വാ തുറന്നു. ഇങ്ങോട്ട് നോക്ക്. കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞ? മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരവുമില്ല. പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുക. കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച് ദോഷ്ട പിശാച് കേൾക്കെ അധികാരത്തോട് ഈ രാത്രി പ്രഖ്യാപനം ചെയ്യ്. ദോഷ്ട പിശാചേ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. കരമടിച്ച ആത്മാവിൽ ഘോഷമറിയാന ശക്തിയോടെ കുതിച്ചോണ്ട് പറ, ദുഷ്ട പിശാചേ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. പിശാചിന്റെ ചരക്കിലെ ധൈര്യമായി വിളിച്ചു പറ, എന്റെ സന്താനത്തിന്മേൽ നിനക്ക് അധികാരമില്ലെന്ന് പറ, എന്റെ തലയുടെ മേൽ നിനക്ക് അധികാരമില്ലെന്ന് പറ. മേലിൽ നിന്ന് കിട്ടാതെ നിനക്കെന്നെ തൊടാൻ കഴിയില്ല. നിനക്കെന്റെ മേൽ ഒരധികാരവുമില്ല. എന്റെ കുഞ്ഞിനെ നിനക്ക് തൊടാൻ കഴിയില്ല. എന്റെ സഭയെ നിനക്ക് തൊടാൻ കഴിയില്ല. മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെന്റെ മേൽ ഒരധികാരവുമില്ല. ഇതെന്റെ ഇടയിൽ എപ്പോഴും ദൈവത്തിലുണ്ടായിരിക്കണം. കൂടോത്രമൊന്നും മന്ത്രമൊന്നും ശുദ്രമൊന്നും ഒക്കെ എഴുതി കാണിച്ചാൽ തുള്ളപ്പഞ്ഞി പിടിക്കരുത്. നീ മന്ത്രവാദിയെ കണ്ടല്ല, മന്ത്രവാദി നിന്നെ കണ്ട് വിറയ്ക്കണം. നീ ശുദ്രക്കാരനെ കണ്ടല്ല, ശുദ്രക്കാരൻ നിന്നെ കണ്ട്, നീ നാലാം വേദക്കാരൻ, അവൻ നിന്നെ കണ്ട് വിറയ്ക്കണം. ഞാൻ ഈ വടക്കേണ്ടിൽ പാസ്റ്റേഴ്സിനൊരു വലിയ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, പാസ്റ്റേഴ്സ്, ദൈവദാസന്മാരെ, നിങ്ങൾ ആ വഴിയിലൂടെ പോകുമ്പോഴേ അവിടൊക്കെ ഇരിക്കുന്ന വെച്ചുപൂജയുണ്ടല്ലോ, അവനിത് വിറയ്ക്കുക, നീ അറിയുന്നില്ല, അവൻ വിറയ്ക്കുക അവിടെ ഇരുന്ന്. കാരണം നിന്റെ അകത്തുള്ളവൻ അവനേക്കാൾ വലിയവനാ. നമ്മോട് കൂടെയുള്ളവൻ അവനോട് കൂടെയുള്ളക്കാൾ വലിയവനാ. ഈ ഡിസിക്കൺവെൻഷൻ പിരിഞ്ഞു പോകുമ്പോൾ കരമടിച്ച ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ പറ, നമ്മോട് കൂടെ ഉള്ളവൻ അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. വലിയവനാകുന്നു. രണ്ടാമത്തെ ചോദ്യം 26:63 നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ പറക എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, അതേ, ഞാനാകുന്നു. മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതും അവൻ ആകാശമേഘങ്ങളെ തേരാക്കി വരുന്നതും നിങ്ങൾ കാണും. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞവൻ മടങ്ങി വരുമെന്ന്. കയ്യൊന്നാട്ടി സ്വോത്രം പറഞ്ഞേ. അല്ല, പാട്ട് ഓർഗൻ അടിക്കുന്നേരാ. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്ന നവ മാറിടും. കൈയടിച്ചേ. ഭരണാധികാരികൾ പൊടുന്ന നവ മാറിടും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. ഭരണകൂടം മാറി മറിഞ്ഞുവാൻ, ഭരണകൂടം മാറി മറിഞ്ഞുവാനിടും, ഭരണാധികാരികൾ പൊടുന്ന നവ മാറിടും, ഭരണാധികാരികൾ പൊടുന്ന നവ മാറിടും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വാ. പാടിക്കോ, അറിയാവുന്നവർ പാടിക്കേ. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞുവാൻ, ഭരണകൂടം മാറി മറിഞ്ഞുവാനിടും, ഭരണാധികാരികൾ പൊടുന്ന നവ മാറിടും, ഭരണാധികാരികൾ പൊടുന്ന നവ മാറിടും. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. അത്യമൂതലായ സകല വൃക്ഷവും, അത്യമൂതലായ സകല വൃക്ഷവും
കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കിയാൽ, കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കിയാൽ, ഓ നാദത്തിൽ നാദം കേൾക്കറാൻ, ഓ നാദത്തിൽ നാദം കേൾക്കറാൻ, യേശുരാജൻ വേഗം വാരിൽ. പാടിക്കോ. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, കേൾക്കും നിശ്ചയം. സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ, സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമാമാറ്റം വരുവാൻ പോകുന്നു, ഭീമാമാറ്റം വരുവാൻ പോകുന്നു. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. കൻവരവിനായൊരുങ്ങി നിൽക്കനാം ദിനം, കൻവരവിനായൊരുങ്ങി നിൽക്കനാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. CS മാത്യു എന്ന അഭിഷക്തൻ കോറിയിട്ടിട്ട് പോയതാണ്. CS മാത്യു എന്ന അഭിഷേകം ഈ യഥാവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ മുമ്പ് ഭൂമിയിൽ നടക്കേണ്ട 96 ഇൻസിഡൻസ് ഉണ്ട്, അടയാളങ്ങളുണ്ട്. ഈ 96 അടയാളങ്ങളെ ബൈബിൾ 4 തിരിഞ്ഞ്, നമ്മുടെ സമയം പോയി, 4 രാത്രി വേണം. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദിയ ലക്ഷണങ്ങൾ, 4 മാർഗീയ ലക്ഷണങ്ങൾ. യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്താകും, ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്താകും, യഹൂദ ജാതിയുടെ അവസ്ഥ എന്താകും, ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്താകും. ഉന്നതമായ പുസ്തകത്തിലുണ്ട്. 4 കൂടെ ഒന്നിച്ച് പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതിക്കലായിരിക്കുകയാണ്. അതാണിപ്പം മധ്യപൂർവ്വ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചെറിയുള്ളൊരു രാജ്യം ഭൂലോകത്തെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുക, വിറപ്പിച്ചുകൊണ്ടിരിക്കുക, കുലുക്കിക്കൊണ്ടിരിക്കുക, ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരു വിസ്മയമാണ്, അവർ ഘടികാരമാണ്, അവർ ദിശായന്ത്രമാണ്. ലോകത്ത് ആരെല്ലാം തകർക്കാൻ നോക്കിയിട്ടും ആരാലും തകർക്കപ്പെടാത്തവർ, ലോകത്തെല്ലാവരാലും നശിപ്പിക്കാൻ നോക്കിയിട്ടും ഇതുവരെ നശിപ്പിക്കപ്പെടാത്തവർ. വേദപുസ്തകം സത്യമാണെന്ന് ഒറ്റ വാക്കിൽ മറുപടി ഒരു ഇംഗ്ലണ്ടിലെ രാജ്ഞി ചോദിച്ചപ്പോൾ ഒരു വേദപണ്ഡിതൻ കൊടുത്ത മറുപടി ഇസ്രായേൽ. അവിടെ ഭൂത വർത്തമാന ഭാവി പഠിച്ചാൽ മതി, ബൈബിൾ സത്യമാണെന്ന് തെളിവാണ്. അവരെ ആർക്കും തകർക്കാൻ കഴിയുന്നില്ല, അവരെ ആർക്കും നശിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ വിശേഷതയുള്ളവരാണ്, അവരിൽ നിറവേറുന്ന ദൈവഹിതമാണ്. അവരെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് രാത്രി പുതിയ നിയമ ഇസ്രായേലാകും ദൈവസഭയെ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാ, നീ വിശേഷതയുള്ളവളാ, നിന്നിൽ നിറവേറുന്ന ദൈവഹിതമാണ്. നിന്നെ തകർക്കാൻ ലോകത്തിനൊരു ശക്തിയും കഴിയില്ല. കയ്യൊന്നടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ലൂക്കോസിന്റെ സുവിശേഷം 1-2 തെളിവ് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം, കർത്താവിന്റെ വരവിന്റെ 1-2 അടയാളം പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ആരാച്ച് നിർത്താം. വായിച്ചോ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക്. പ്രപഞ്ചീയ ലക്ഷണവും ജാതീയ ലക്ഷണവും ഒന്നിച്ച് പറഞ്ഞു. അവിടെ സൂര്യനിൽ ചന്ദ്രനിൽ നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങളുണ്ടാകും, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് പരിഭ്രമുണ്ടാകും. കടലിളകിയാൽ ലോകമിളകും. 2000 ആണ്ട് വരെ കടലിളകിയാൽ ലോകമിളകില്ല. സുനാമി എന്തെന്ന് ഞാൻ പറയേണ്ട, ഇവിടെ കിടക്കുന്നവർക്കറിയാം. ഞാനും കായംകുളംകാരനാ. 2 മണിക്കൂർ 2,80,000 ആളുകളെ കടൽ കൊണ്ടുപോയി. കൊന്നത്തങ്ങൻ്റെ വലിപ്പത്തിൽ സുനാമി എന്ന രാഷ്ട്ര തിരമാല ഉയർന്നു. അതിനുശേഷമാണ് സുനാമിയെക്കുറിച്ച് പഠിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ സുനാമി അടിച്ചപ്പം അമേരിക്കക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. കുറച്ച് കഴിയുമ്പോൾ അരിക്കേൻ എന്ന് പേരിട്ടുകൊണ്ട് അവിടെ അടിക്കാൻ തുടങ്ങി. അവർ നല്ല വെമ്പിള്ളാരുടെ പേരൊക്കെ ഇട്ടു, റീത്ത കത്രീന എന്നൊക്കെ ഇട്ടു. പക്ഷേ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അവരും അറിയുന്ന പോയെന്ന്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൈവം തമ്പുരാൻ നിന്നെ കുലുക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ദൈവം നിന്നെ ഇടിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും നിന്നെ പണിയാൻ കഴിയില്ല. ദൈവം നിന്നെ പറിക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ നടാൻ കഴിയില്ല. എന്നാൽ മറുവശം ഞാൻ പറയാം, തമ്പുരാൻ നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ കുലുക്കാൻ കഴിയില്ല. ദൈവം നിന്നെ പണിയാൻ തീരുമാനിച്ചാൽ ആർക്കും നിന്നെ പൊളിക്കാൻ കഴിയില്ല. അവൻ നിന്നെ നടാൻ തീരുമാനിച്ചാൽ ആർക്കും നിന്നെ പറിക്കാൻ കഴിയില്ല. കൈയടിച്ച് സ്തോത്രം പറ. അവൻ നമ്മെ നടും.
ആർക്കും പറിക്കാൻ കഴിയും. അപ്പോൾ ഹഗായി പ്രവചനം പറഞ്ഞു, ഇതൊക്കെ വിവരിക്കാൻ നേരം വേണം. ഹഗായി പ്രവചനം കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ ആകാശത്ത് ഇളക്കും. ഹഗായി 2:6-7 സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരികയും ചെയ്യും. കടലിളകുന്നു, കരയിളകുന്നു, ലോകമിളകുന്നു. അതിൻ്റെ അർത്ഥം ഇളക്കമില്ലാത്ത രാജ്യം സ്ഥാപിപ്പാൻ നമ്മുടെ കർത്താവ് വരാറായി. ഒരു വാക്യം വായിക്കണം, എവിടെയും വേദപുസ്തകത്തിലുവാ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ. 65-ാം സങ്കീർത്തനം 7-ാം വാക്യം, 65-ാം സങ്കീർത്തനം 7-ാം വാക്യം എന്ന് വായിച്ചേ. 65-7 അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലയുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു. ഭൂസിമാവാസികളും നിന്റെ നിർത്തിയോ? ഭൂസിമാവാസികളും കണ്ടോ എന്ത് ക്ലിയറാ. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു. ആരാ? സ്വർഗത്തിലെ ദൈവം. ഭൂസിമാവാസികളും അവന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഞങ്ങൾ കൊല്ലംകാരോട് പറയാം, ആരൊക്കെ ഇവിടെ എഴുന്നേറ്റാലും ആരൊക്കെ മാറി മാറി ഭരിച്ചാലും ഈ ലോക ജനസമുദായം കണ്ട് ഇളക്കം നിർത്താൻ ആരെ കൊണ്ടും കഴിയില്ല. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വാക്കിതിനെ ശാന്തമാക്കാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവൻ നാസറേയനായ യേശുവത്രേ. അവൻ വരാതെ ഇവിടുത്തെ ഇളക്കം നിൽക്കില്ല. ഇന്ന് രാത്രി നിന്നോടൊന്ന് ഒരു ദൂത് പറയാം. ദുഷ്ടപിശാച് നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ ആഞ്ഞടിപ്പിക്കുന്ന തിരമാലകളെ ഒറ്റ വാക്കാൽ അധികാരത്തോടെ ശാന്തമാക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ലോക ജനസമുദായക്കിടയിൽ ഇളകി മറിയുക. ഇത് പട്ടണ മധ്യത്തിലായോണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. ഈ ലോകത്തിന്റെ ഇളക്കം നിർത്താൻ ഒരു നേതാവിനെ കൊണ്ട് കഴിയില്ല, ഒരു നേതാവിനെ കൊണ്ട് കഴിയില്ല. പിന്നെ എനിക്കൊരവസരം കിട്ടിയായിരുന്നേ ഞാൻ നന്നാക്കാമായിരുന്നെന്ന് ആരും പറയരുത്. അതുകൊണ്ട് എല്ലാവർക്കും അവസരം കൊടുക്കുക. ഇവനെല്ലാം കയറിയിരുന്ന് ഭരിച്ചു മുടിച്ച് എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് സുല്ലിട്ട് മാറുമ്പോൾ ഭരിക്കാൻ അറിയാവുന്ന ഇറങ്ങി വരും. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോട് ഭരണം നടത്തും. അന്നേ ഭൂമിയിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ. ഞങ്ങൾക്കാരോടും വിരോധമില്ല, ആര് ഭരിച്ചാലും പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പം ബന്ധക്കോസുകാരനും ചിന്ത തുടങ്ങി, MA വേണം, MLA വേണം, MP വേണ്ടാടാ, എവിടാടാ, എന്തോ കുടവാടാ. 10 ഓട്ടുള്ളിടത്ത് ഞാൻ 4 പതിറ്റാണ്ട് ഇത് പ്രസംഗിക്കുക. പലയിടത്ത് ഇത് അനുഭവിക്കും. ഞാനൊരു സെൻട്രൽ പാഷ, പല സഭയ്ക്കുണ്ട്. 10 ഓട്ടുള്ളിടത്ത് നിൻ്റെ കൂടെ ആൾ വരും, അല്ലെങ്കിൽ നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പം. അനക്കമില്ല, എനിക്കറിയാം അനങ്ങത്തില്ലെന്ന്. ആര് കയറിയത്? ഇവരാണ് കുഴപ്പമില്ല, ഇവരെല്ലാം നല്ല ആളുകളാ. മോദി സാറ് നല്ല ആളല്ലേ, എല്ലാം നല്ല സാറാ, എല്ലാം നല്ല സാറന്മാരാ. അവരുടെ കുഴപ്പമല്ലെന്നേ, ഈ ഭൂമിയുടെ കുഴപ്പമാ. ഇത് ടോട്ടൽ ലോസ്റ്റ് തള്ളിയിരിക്കുക. ഇത് നന്നാക്കാൻ ഒരുത്തനെ കൊണ്ട് കഴിയില്ല. ബലാത്സംഗം വർദ്ധിക്കുകയല്ലേ, പീഡ വർദ്ധിക്കുകയല്ലേ, കൊലപാതകം വർദ്ധിക്കുകയല്ലേ, കൂട്ടയാത്മഹത്യ വർദ്ധിക്കുകയല്ലേ. നിങ്ങളുടെ കുഴപ്പമല്ല, ഇത് ഭരിക്കാൻ ഒരു മൃഗവരങ്ങ് വരാൻ പോവാ. സോദരം എന്തേ ജോണങ്ങ് പോയ എന്തേ ഇങ്ങോട്ട് വന്നേ. നമ്മളൊന്ന് പാടിയ പാട്ട് 2 സ്റ്റാൻസ പറഞ്ഞില്ല, ശരിയാകത്തില്ല. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്ന നാവെ മാറിടും, ഭരണാധികാരികൾ പൊടുന്ന നാവെ മാറിടും. പിന്നെ മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. കൈയടിച്ചേ, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്നിവേ മാറുന്നു, ഭരണാധികാരികൾ പൊടുന്നിവേ മാറുന്നു. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ. മരിച്ചുയർത്തവൻ ഭരണം കയ്യേൽക്കും. അവൻ ഭരിക്കാതെ ഇവിടെ നീതി കിട്ടില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും. ഞങ്ങളുടെ പ്രതീക്ഷ അവിടുത്തെ വരവാ. കൈ ഉയർത്തി സഹോദരം പറയാമോ? മതി, അങ്ങോട്ട് പോയി മതി. പണ്ട് ഒരു കുളം, വലിയൊരു കുളം, മൊത്തം മുതല കിടക്കുക. എന്നെ നോക്ക്. അപ്പം
രാജാവ് പറഞ്ഞ് മുതലക്കുളം നീന്തി വരുന്നവൻ എൻ്റെ മോളെ ഭാര്യയായി കൊടുക്കും. മിടുക്കന്മാരെല്ലാം മുതലക്കുളത്തിന് ചുറ്റും വന്ന് നിൽക്കുക. രാജാവിൻ്റെ മോളെ വേണം, പക്ഷെ മുതലേ പേടി. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മന്ദബുദ്ധി ചെറുക്കൻ വന്ന് നോക്കി നിന്നു. ആരാണ്ട് പിടിച്ചൊരൊറ്റ തെള്ളു തള്ളി. അവനിതിനകത്ത് വീണ് കയ്യും കാലും വിട്ട് അടിച്ച് അക്കരെ നീന്തി എത്തിയപ്പം രാജാവ് പറഞ്ഞു, നീ ആടാ മിടുക്കൻ, എൻ്റെ മോള് നിനക്കുള്ളതാ. അവൻ പറഞ്ഞു, എനിക്ക് ആടെ മോളെയൊന്നും വേണ്ട, എന്നെ തെള്ളിയിട്ടതാരാന്ന് എനിക്കറിയണം. ഇപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മണ്ണും ചാരി ഇന്നവൻ ചെയർമാൻ ആകാൻ നിന്നവൻ അങ്ങോ പോയി, അല്ലാത്തവൻ വന്ന് ചെയർമാനായി. ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇവരെ ആരെയും പേടിയില്ല. മൂക്കി ശ്വാസമുള്ളവനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ദേഹത്തെ കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവനെയാ ഭയപ്പെടേണ്ട, ആരും പേടിയൊന്നുമില്ല. അതുകൊണ്ട് ഇവരെ ആരും രക്ഷിക്കുമെന്നൊന്നും വിചാരിക്കണ്ട. അപ്പം മുമ്പേ പറഞ്ഞ പോലെ ചൂരിലും ചന്ദ്രനും നക്ഷത്രങ്ങളിലെ ലക്ഷ്യങ്ങളുണ്ടാവും. ഈ കടലിൻ്റെ വഴക്കമൊന്നും പറയാൻ നേരമില്ല. പിന്നെ പറഞ്ഞത് നിരാശയോട് ഭയം, പരിഭ്രമം ഉണ്ടാകും. 4 വർഷം മുമ്പ് വരെ മൂപ്പട്ടം കെട്ടിക്കൊണ്ടല്ലേ ഇരുന്നേ. അന്നൊക്കെ ശവോടെ കൊത്തിന് നടത്തിയവരാ ഞങ്ങൾ. ഒരുത്തൻ തുമ്മിയാൽ അവനെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. ചുമച്ചാ പേടി. എന്തിനാ? ഏറ്റവും ഇഷ്ടമുള്ള ആളെ ജോർജ് കുട്ടി എന്താ അതിന് പറഞ്ഞ് സ്തോത്രാഴ്ച പോലും ഷൂ നടിച്ചല്ലേ എടുത്ത്. പണത്തോട് ആർത്തിയുള്ളവന് അതേ പേടിച്ച കൈ നീട്ടി. ഭയം, 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 ഭയം. ലോകം മുഴുവൻ ഭയന്നിലാണ്. എത്രയെത്ര കാര്യങ്ങളുണ്ട്. മനുഷ്യൻ നിഷ്ഠൂരന്മാരാകുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കേൾക്കും. അവയെല്ലാം സംഭവിക്കണം തന്നെ. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. ജാതിയോടും രാജ്യത്ത് വന്ന് എഴുതുക്കുന്നു. ക്ഷാമവും ഭൂമ്പവും ഉണ്ടാകുന്നു. യേശു വരാറായി. കൈയൊന്നുയർത്തി പറ, യേശു വരാറായി. ഒരൊറ്റ സംഭവം പറഞ്ഞിട്ട് അത് എൻ്റെ കൺക്ലൂഷൻ കൊണ്ട് നിർത്താൻ പോവാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതായത് ഈ വേദപുസ്തകം പറയുന്ന പലതും മനുഷ്യൻ അന്ന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്, ഏത് കാലഘട്ടത്തിൽ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ സംഭവിച്ചു. ഉദാഹരണത്തിന് മനുഷ്യൻ ഇപ്പോൾ നോഹയുടെ കാലത്ത് മഴ പെയ്തിട്ടില്ല, ഭൂമി മഞ്ഞുകൊണ്ട് നനഞ്ഞു അല്ലേ. അപ്പം ജലപ്രളയത്താൽ ജനം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. അപ്പം നോഹയപ്പച്ചൻ പെണ്ണും പിള്ളേരെയും പിടിച്ച് പെട്ടകത്തിൽ കയറിയിരുന്നു. വെള്ളം പോകാൻ പോകുന്നുണ്ട്. ആളുകളെല്ലാം ചുറ്റും കൂടി ഇരുന്ന് പരിഹസിക്കാൻ തുടങ്ങി. അവിടുത്തെ നടറ പെണ്ണും പിള്ളേരെയും വിളിച്ചുകൊണ്ട് കയറിയിരിക്കുന്നു, വെള്ളം പൊക്കും. നമ്മൾ ഈ ആശാരിപദേശയുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടറിയാത്തവൻ കൊണ്ടറിയും. ആശാരി പറയുന്ന പെട്ടകം പണിത ആശാരി പോലും പെട്ടകത്തിൽ കയറിയില്ല. പക്ഷെ നോഹ കയറി, ഭാര്യ കയറി, പിള്ളേർ കയറി. എന്തോ ദൂതങ്ങ് പ്രവഹിക്കാമല്ലോ വാസ്ത്ര ഇവിടെ നിൽക്കുമ്പം. അതായത് നീ ലോകം മുഴുവൻ പ്രസംഗിച്ച് ആരെയും നേടാൻ കഴിഞ്ഞില്ലേലുവേ കുറഞ്ഞ പക്ഷം നിന്റെ പെണ്ണും പിള്ളേരുമെങ്കിലും ഇതിനകത്ത് കാണണം. സ്വതം നോഹ പ്രസംഗിച്ച് ആരും കയറിയില്ല, പക്ഷെ അവന്റെ ഭാര്യ കയറി, മക്കള് കയറി, മരുമക്കള് കയറി. ലോകത്തോടി നടന്നു, പെണ്ണുമ്പിള്ള പോലെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്വത്രം. അപ്പൊ കണ്ടറിയാത്തവൻ കൊണ്ടറിയും. മനസ്സിലായോ? അതുപോലെ കാവളം ധ്വനിക്കുമെന്നും കുറച്ചുപേർ ഉയർക്കുമെന്നും രൂപാന്തരം പ്രാപിക്കുമെന്നും പറയുമ്പം ലോകം പരിഹസിക്കുക, ലോകം ആക്ഷേപിക്കുക. പക്ഷെ ഒന്നുകൂടെ ഞങ്ങൾ പറയാം, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാവളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. ഒറ്റ തെളിവ്, എത്ര തെളിവ് വേണേലും തരാം. ഒരു തെളിവ് പറഞ്ഞിട്ട് നമ്മൾ കൃത്യസമയത്ത് പ്രാർത്ഥന അവസാനിപ്പിക്കും. ഒന്ന് ക്ലിയറായി ഒന്ന് വായിക്കണം. ഈ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ഈ 11-ാം അധ്യായത്തിലെ പ്രമേയം നിങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിന് ശേഷം ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഇവിടെ ആരംഭിക്കും. ആ അവസരത്തിൽ 2 സാക്ഷികൾ ഇവിടെ വരും. അവർ മോശയും ഏലിയാവും. ചില പറയുന്ന ആനോക്കും ഏലിയാവും എന്ന് പറഞ്ഞു. എന്തായാലും വായിക്കും, 2 പേരും ഇവിടെ വരും. വായിച്ചേ. അവർ തങ്ങളുടെ സാക്ഷ്യം, ആ പദം ശ്രദ്ധിക്കണം, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. ദേവദാസന്മാരെല്ലാം അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. അതായത് ആന്റിക്രൈസ്റ്റിന്റെ വാഴ്ചയിൽ 2 വിശുദ്ധന്മാർ, 2 പ്രവാചകർ, 2 പ്രസംഗകർ, 2 സുവിശേഷകരുടെ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോണം, ആന്റിക്രൈസ്റ്റിന്റെ വാഴ്ചയിൽ അവന്റെ സകല പടയാളികളും അവന്റെ സകല ശക്തിയും വിചാരിച്ചാലും ഈ 2 പേരെ കൊല്ലാൻ കഴിയില്ല. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. സ്റ്റേജിലും ഗ്രൗണ്ടിലുമുള്ള ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ പറയാം, നിന്നെ കൊണ്ട് ദൈവം ചെയ്യേണ്ട സാക്ഷ്യം, ശുശ്രൂഷ തികയ്ക്കാതെ നിന്നെ തൊടുവാൻ ദുഷ്ടശക്തി കഴിയില്ല.
കൈയടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞു. സാക്ഷ്യം തികച്ച ശേഷം ശുശ്രൂഷ തികയ്ക്കാതെ കൊണ്ടുപോയില്ല ദൈവദാസ. ശുശ്രൂഷ തീർത്തേ കൊണ്ടുപോകൂ. അത് 48 തീർന്ന അവിടെ പോകും, 88 അവിടെ വെച്ച് എപ്പം തീർന്നോ അന്നേ കൊണ്ടുപോകുകയുള്ളൂ. ഒക്കെ വായിച്ചോ 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 വായിച്ചോ. സാക്ഷ്യം തികച്ച ശേഷം വായിച്ചോ പെട്ടെന്ന്. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സൊദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അടുത്തത് സകല വംശക്കാരും. ആ പദം നിർത്തി വായിക്കണ ശ്രദ്ധിച്ചോണം. സകല വംശക്കാരും, ഗോത്രക്കാരും, സകല ഗോത്രക്കാരും, ഭാഷക്കാരും, സകല ഭാഷക്കാരും, ജാതിക്കാരും, സകല ജാതിക്കാരും അവരുടെ ശവം 3 ദിവസം. ആരുടെ ശവം? 3 ദിവസം കാണുന്നത്. യെരൂശലേമിൽ കിടക്കുന്ന 2 സാക്ഷികളുടെ, മോശയുടെ ഏലിയാവിന്റെ ഡെഡ് ബോഡി 3.5 ദിവസം ലോകമെങ്ങുമുള്ള സകല ഭാഷക്കാരും, സകല വംശക്കാരും, സകല ജാതിക്കാരും കാണും. 3.5 ദിവസം കഴിഞ്ഞ് ഇവിടെ കയറി വരുന്ന ശബ്ദത്തിങ്കൽ യഹോവയുടെ ശ്വാസം ഉടമിൽ വന്നവർ എഴുന്നേറ്റ് നിൽക്കും. അവർ സ്വർഗത്തിലേക്ക് കയറി പോകും. അപ്പോൾ ഒരു ഭൂമി കുലുക്കമുണ്ടാകും. അത് ലോകം മുഴുവൻ കാണും. കാണുമോ? ഉറക്കെ പറ. ഇപ്പം കാണുമെന്ന് പറയാം. ഈ വേദപുസ്തകം എഴുതപ്പെട്ട സമയത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ നോ ഇൻ്റർനെറ്റ്, നോ ഇമെയിൽ, നോ വാട്സാപ്പ്, നോ ഫേസ്ബുക്ക്, നോ TV, നോ റേഡിയോ, നോ ലൈവ് ടെലികാസ്റ്റ്. അന്ന് ആളുകൾ ചോദിച്ചു, ഏത് കോമ്പനാടാ ഇത് എഴുതി വെച്ചതെന്ന്. യെരൂശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണുമെന്ന്, സകല ഭാഷക്കാരും കാണുമെന്ന്, സകല വംശക്കാരും കാണുമെന്ന് ഈ പുസ്തകം എഴുതി വെച്ചപ്പോൾ, ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത്, മൊബൈൽ ഇല്ലാത്ത കാലത്ത്, TV ഇല്ലാത്ത കാലത്ത്, ലൈവ് ടെലികാസ്റ്റിലെ കാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ, പാവപ്പെട്ട അപ്പച്ചന്മാർ, വിദ്യാഭ്യാസമില്ലാത്തവർ ഈ വേദപുസ്തകം നെഞ്ചോട് ഉയർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യെരൂശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അവര് പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോടാ? എങ്ങനെ കാണുവടാ? കൊല്ലം പട്ടണത്തിൽ കിടക്കുന്നത് ഇവിടെ ഇന്ന് കാണത്തില്ലെങ്കിൽ അവിടെ കിടക്കുന്ന കാണും. അങ്ങനെ കാണും. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ അപ്പച്ചന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. കൈയടിച്ച് ആരാധിക്കാമോ? ഈ രാത്രി ഹോളി വന്ന ദൈവവൈതലേ, ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകയാൽ അത് സംഭവിച്ചിരിക്കും. ശക്തിയോടെ കരം പഠിച്ച് ആരാധിച്ചാട്. യേശുവിന്റെ നാമത്തിൽ പറ, അത് സംഭവിക്കുമെന്ന് പറ. അത് സംഭവിക്കുമെന്ന് പറ. നീ അനുകൂലമായി ഒന്നും കാണുന്നില്ലെങ്കിൽ അത് സംഭവിക്കുമെന്ന് പറ. TV ഇല്ലാത്ത കാലത്ത്, റേഡിയോ ഇല്ലാത്ത കാലത്ത് അവർ പ്രസംഗിച്ചു, ഡെഡ് ബോഡി കാണും. ഇപ്പം നമുക്ക് എളുപ്പമാണ് പറയാൻ. അന്ന് റേഡിയോ പോലും ഇല്ല. അതിന് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പം റേഡിയോ വന്നു, പിന്നെ TV വന്നു. TV വന്നപ്പോൾ നമ്മുടെ ചായമാർ പലരും TV വാങ്ങി. എന്തോ പറഞ്ഞാൽ വാങ്ങിയെന്നറിയാമോ? യെരൂശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരെ കാണാൻ. എന്തോ പുള്ളി ഇവിടെ കിടക്കുന്നല്ലേ എൻ്റെ അർത്ഥം. അവരൊക്കെ TV വാങ്ങി. അതിനാ നമ്മളെന്നാത്തിനാ TV വാങ്ങിയേ? ഓണം വരാനും മൂലം വേണ്ടേ? കൊല്ലത്തെ പെന്തക്കോസുകാരെ, എന്തിനാ നമ്മൾ TV വാങ്ങിയേ? നമ്മൾ TV വാങ്ങിയത് എത്രയോ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട്. ആ മെസ്സേജൊക്കെ ഒന്ന് കാണാം. ചില പറഞ്ഞ ന്യൂസ് ചുമ്മാതാ. അപ്പം ഇപ്പം എന്നാ കാണുന്നത്? നേരം വൈകും സമയത്ത് ടിഷ്യൂ പേപ്പർ ഇവിടെ തങ്ങിയിരിക്കുക, കണ്ണു നിറപ്പാ. എങ്ങനെ ഒളിച്ചോടാമെന്ന് പിള്ളേരെ പഠിപ്പിക്കുക. ഞാനിപ്പോൾ ഒരു വെല്ലുവിളിയായി കേരളത്തിലൊക്കെ ആദ്യം ചുമ്മാ ചോദിച്ചു തുടങ്ങിയതാ. അതായത് പണ്ട് നേരെ സന്ധ്യ ആകുമ്പം പിള്ളേരെ വിളിച്ചിട്ട് ഒരു സന്ധ്യാപ്രാർത്ഥനയുണ്ടായിരുന്നു. അത്താഴം കൊടുക്കത്തില്ലായിരുന്നു. നേരം വെളുത്ത് 5 മണിയാകുമ്പം വെള്ളം കൊണ്ട് ഒഴിച്ച്, എന്നേപോലെ 1-1.5 2 ഈ 1-1.5 എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥമുണ്ട്. 7-8 എണ്ണത്തെ പിടിച്ച് നിരത്തിക്കൊണ്ട് ഇരുത്തും ഉറക്കച്ചവടോടെ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വീടല്ലേ, കൊതിയോടു ഞാൻ. ആർക്കൊക്കെ അറിയാവുന്ന അറിയാൻ വേണ്ടി ഇത് പാടിച്ചത്. നഗ്നനോയി ഞാൻ
ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകും. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും. അപ്പൊ ഇത് വേഴ്സ് വ്യൂവിൽ നിന്നും സിയോൻ ഗീതാവലിയിൽ നിന്നും അല്ല, അപ്പം പാടി പഠിച്ചവർ മാത്രം ഒന്ന് സ്വത്രം പറഞ്ഞ് കുറച്ച് പേരേ ഉള്ളൂ. അപ്പം സന്ധ്യയ്ക്കും ഒത്തിരി പാട്ടുണ്ട്, ഇരുത്തി പാടിക്കുമായിരുന്നു. ഞാനിപ്പം ചോദിക്കാറുണ്ട്, ഇന്ന് രാവിലെ മക്കളോടുകൂടെ ഇരുന്ന് വേദവസം വായിച്ച് പ്രാർത്ഥിച്ചു എന്ന് കൈവക്കിക്കേ. ഇന്ന് രാവിലെ കണ്ടോ? അപ്പം പറഞ്ഞു പിള്ളേരാരും വിടില്ലെന്ന്. പിള്ളേർ വേണ്ട, ഭാര്യയും ഭർത്താവ് ഇരുന്ന് പ്രാർത്ഥിച്ചവരും കൈവക്കിയാൽ മതി രാവിലെ. കണ്ടോ എത്ര പേരുണ്ട്? കുറച്ച് കണ്ടു. ഇന്നലെ രാത്രിയിലോ കൺവെൻഷൻ ആയിരുന്നില്ലേ? കുടുംബ പ്രാർത്ഥന ആരംഭിച്ചോണം. ഈ വെളുപ്പിനെ പിള്ളേർ എഴുന്നേക്കാറുള്ള വീടൊക്കെ കുറവാണ്. ഇതായാലും നിങ്ങൾ ഇത്രയും പേര് കൈവക്കി, ഒരു ജനറൽ കൺവെൻഷൻ ഞാൻ കൈവച്ചപ്പോൾ 10 പേര് പോലും ഇല്ലായിരുന്നു. പല കല്യാണത്തിനും കൈ വെക്കുന്നേ ഇല്ല. കാരണം ഈ കുടുംബ പ്രാർത്ഥന ഇടപാട് തീർന്നു. ഈ 5 മണിക്ക് എഴുന്നേക്കുന്ന എങ്ങനെ? ഈ പിള്ളേർ ഉറങ്ങാൻ പോകുന്ന എപ്പോഴാണെന്നറിയാവോ? 11 മണിക്കൊക്കെ കയറി കിടക്കുന്നതിലും പുതപ്പിനടിയിൽ കിടന്ന് വേറെ പ്രയോഗമാണ്. ഇതേലാ പ്രയോഗം: കുത്തലേ തൂപ്പലേ തുടയ്ക്കലേ, കുത്തലേ തൂപ്പലേ തുടയ്ക്കലേ. അവൻ 4 മണിക്കാവുന്ന കണ്ണു മയങ്ങുന്നത്, പിന്നെ അങ്ങനെ 5 മണിക്ക് എഴുന്നേക്കുന്നത്. നിന്റെ തകർന്നുപോയ കുടുംബയാഗപീഠം പണിയപ്പെടണം. രാവിലെയും വൈകിട്ടും മക്കളെ വിളിച്ചിരുത്തി ആരാധിപ്പിച്ചോണം. UK യിലും ഓസ്ട്രേലിയയിലും നൈജീരിയയിലും എവിടൊക്കെ ഉണ്ടോ വിളിച്ച് ചോദിക്കണം, മക്കളെ കുടുംബ പ്രാർത്ഥനയുണ്ടോ എന്ന്. സന്ധ്യാരാധനയും ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആരംഭത്തിൽ TV വന്നു, പിന്നെ ലൈവ് ടെലികാസ്റ്റായി. ഇപ്പൊ ഇതാ ഇത് ലൈവായി പോയിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ട് 2-3 ഗുണമുണ്ട്. ഒന്ന്, 15 വർഷം കഴിഞ്ഞാൽ ഈ മെസ്സേജ് കിട്ടും. പിന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ള പറ്റി കട്ട് ചെയ്തൊക്കെ അയക്കാം. ചിലപ്പം ഗുണമാകും, ചിലപ്പം ദോഷം. പിന്നെ വേറൊരു ഗുണമുള്ള എന്തെന്നറിയാമോ? ഈ വലിയ വലിയ കൺവെൻഷൻ വലുതും ചെറുതുമല്ല, ഈ ദൈവമക്കൾ ഇങ്ങനെ നിറഞ്ഞ് കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ ചില ഉപദേശിമാർ ഉറങ്ങി താഴോട്ട് പോകും. അത് ലൈവായി ഇംഗ്ലണ്ടിലെത്തും. ആമേൻ. അവരുടെ കാര്യം പറയുമ്പോൾ ചില അമ്മാമ്മമാരിങ്ങനെ വായിക്കോട്ടെ ഇട്ടു, കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുമ്പോൾ വാതക്കോട്ട. നീ വായും പൊളന്ന് ഇവിടെ ഇരുന്നു. കാകളം നനിക്കുമ്പോൾ കറങ്ങത്തേ ഉള്ളൂ, പറക്കത്തില്ല. അപ്പം ഇതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഓർത്തോണേ. ഈ ലൈവ് പോകുമ്പോഴേ പിള്ളേർ പറയാം, അമ്മച്ചി അവിടെ ഉറങ്ങുകയായിരുന്നല്ലോ. ലൈവ് കൊണ്ട് അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. പിന്നെ ആയിരങ്ങളിലേക്ക് ഇതെത്തുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രസംഗം ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് വരികയല്ലേ, നല്ല കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പം ഈ ലൈവ് ഒന്നും വേണ്ട, ഈ ക്യാമറകളൊന്നും വേണ്ട. 2 തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പം മാത്രമുള്ള ഈ സാധനം അങ്ങോട്ട് ഒന്ന് ഓണാക്കി FB ലൈവോ ഫേസ്ബുക്ക് ലൈവോ അങ്ങോട്ട് വെച്ചാൽ മതി. ഏത് ഓണം കേറാ മൂലം നടക്കുന്നതും അറ്റ മോമെന്റിൽ ലോകം മുഴുവൻ എത്തും. ഹല്ലേലൂയ. അതായത് ഇസ്രായേൽ സൈന്യം ഇറാനിൽ ബോംബിട്ടത് സെക്കൻഡുകൾക്ക് നിന്റെ പോക്കറ്റിൽ വന്നു. ലോകം മുഴുവൻ നടക്കുന്നത് അതേ സെക്കൻഡിൽ നിന്റെ കയ്യിരിക്കുന്ന സാധനത്തിൽ വരുന്നതിന് അർത്ഥം പിടികിട്ടിയോ? കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. വേദപുസ്തകം പറഞ്ഞു, യെരൂശലേമിൽ കിടക്കുന്ന ഭക്തന്മാരുടെ ഡെഡ് ബോഡി സകല ഭാഷക്കാരും സകല വംശക്കാരും കാണുമെന്ന് ബൈബിൾ പറഞ്ഞത് അതുപോലെ സംഭവിച്ചെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും. അത് സംഭവിക്കും. ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ പ്രാക്കളെ പോലെ പറന്നു വരുമെന്ന് ഈ ബൈബിൾ പറഞ്ഞു. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് ബൈബിൾ പറഞ്ഞു വിമാനം എന്തെന്നറിയും മുമ്പ്, പക്ഷികളെ പോലെ പറക്കുന്ന മനുഷ്യൻ സ്വപ്നം കാണും മുമ്പ്, റൈറ്റ് സഹോദരന്മാർ ജനിക്കും മുമ്പ് ബൈബിൾ പറഞ്ഞു ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ പ്രാക്കളെ പോലെ പറന്നു വരും, പാർശ്വത്തിൽ വഹിച്ചു കൊണ്ടുവരും. അവിടെ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്ന പോലെ ഞാൻ കാക്കും. അത് സംഭവിച്ചു. നിങ്ങൾക്കറിയാമോ, ഗൾഫ് നാടുകൾ വെറും മരളാരണ്യമായി കിടന്നപ്പോൾ അവിടുത്തെ അറബികൾ ഒട്ടകപ്പാല് കഴിച്ച് ഈന്തപ്പഴം തിന്ന്, അറേബ്യൻ മരുഭൂമിയിൽ അല്ലെ ഈന്തപ്പഴം തിന്ന്, അത് മാത്രമല്ല ഗൾഫ് ആ സമുദ്രത്തിൽ നിന്ന് പിടിച്ച് ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനെ തൊട്ട് തിന്ന് ജീവിച്ചൊരു കാലമുണ്ട്. വല്ലപ്പോഴും കേരളത്തിൽ നിന്ന് ചെല്ലുന്ന പഞ്ചസാരയെ മണ്ണെണ്ണയ്ക്ക് വേണ്ടി ക്യൂ നിന്നൊരു കാലമുണ്ട്, പെട്രോൾ കണ്ടുപിടിക്കും മുമ്പ്. പക്ഷേ അതിനു മുമ്പ് ഈ ബൈബിൾ എഴുതി വെച്ചു, ലോകത്തിലെ മഹാസൗധങ്ങൾ മണിമേടകൾ അവിടെ ഉണ്ടാകും. കമ്പ്യൂട്ടർ മുതൽ കമ്പ്യൂട്ടർ മുതൽ മുട്ടുസൂചി വരെ സൂപ്പർ മഹാ മാർക്കറ്റുകൾ അവിടെ ഉണ്ടാകും. ഒറ്റ കുടക്കീഴിൽ സകല സാധനം കിട്ടുന്ന മെഹാ മാർക്കറ്റുകൾ അവിടെ ഉണ്ടാകുമെന്ന് ഈ ബൈബിൾ പ്രവചിച്ചത് സംഭവിച്ചെങ്കിൽ ഇനിയുള്ളത് സംഭവിക്കും. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. വിശ്വസിക്കുന്നവർ കയ്യാട്ടി സ്തോത്രം പറഞ്ഞു. ഞാൻ പ്രഭാഷണം നിർത്താൻ പോകുകയാണ്.
നമ്മൾ വായിച്ചു കർത്താവുതാൻ ഒന്നിച്ചെന്ന് പറ. കർത്താവുതാൻ പ്രധാന ദൈവദൂതന്റെ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാ നാം. ഉറക്കപ്പറ നാം. അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ ഏൽപ്പാൻ കൈ ഉയർത്തി പറ എടുക്കപ്പെടൂ. എല്ലാവരും ഒന്ന് പറഞ്ഞേ നാം എടുക്കപ്പെടൂ. ഉറക്കപ്പറ നാം എടുക്കപ്പെടൂ. ഞങ്ങൾ എടുക്കപ്പെടൂ. സഹോദരങ്ങളെ എടുക്കപ്പെടും. ഹാനോക്ക് ദൈവത്തോട് നടന്നു. ദൈവനെ കൊണ്ട് കാണാതെയാകും. കുറച്ച് പേരോട് കാണാതാകും. കൊല്ലം പെട്ടണമേ കുറേ പേര് കാണാതാകും. ഇങ്ങനെ കാണാതാകുന്നത് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം കാകളം ധ്വനിച്ചെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് താഴോട്ട് പോകും, ഞാൻ മേളോട്ട് പോകും. 25 നിലയുണ്ടെങ്കിലും ഒരു പ്രശ്നമല്ല. അതാണ് റാപ്ചർ എന്ന് പറഞ്ഞേ. അത് പ്രസംഗിക്കുന്ന രാത്രി വേണം. റാപ്ചർ തട്ടിക്കൊണ്ടു പോകുക, റാഞ്ചി കൊണ്ടുപോകുക, ബലമായി പിടിച്ചെടുക്കുക. കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയെ റാഞ്ചി കൊണ്ടുപോകും. നീ വിശ്വസിച്ചാലും ഇല്ലേ നടക്കും. ഒരു സ്വോത്ര ശക്തിയോട് പറഞ്ഞ് റാഞ്ചിക്കൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു നിർത്തണമല്ലോ ഇത്. ദേ ഇങ്ങോട്ട് നോക്കിക്കോ. എൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങാം. ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കും മുമ്പ് കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. ഇവിടെ ഇരുന്നൊരു 70-60% പോയി. അത്രയൊക്കെ പോയി. കൈയടിച്ചൊക്കെ ശരിയാ. ബാക്കി 30 ഇവിടെ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും ഈ മൈക്കിലൂടെ നിന്നാലോ? ഞാനിതുവരെ എന്താ പ്രസംഗിച്ചേ? ഞാനിവിടെ നിന്നാൽ ബാക്കി ഇരിക്കുന്നവർ 30 കൂടെ എന്നെ ഞോണ്ടിക്കൊല്ലും. ഇയാൾ എന്തുവാടോ ഇതുവരെ പ്രസംഗിച്ചേ? എന്നിട്ട് ചോദിച്ചാൽ പറയുമായിരുന്നു കൺവെൻഷന് വിളിച്ചാൽ വരത്തില്ല, ഉപവാസപ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ വരത്തില്ല, സഭായത്തിനും വരത്തില്ല. എന്താ സാക്കോച്ചായ വരാഞ്ഞേ? വന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കർത്താവ് വന്നു, കൂടെ നിന്നവരെല്ലാം പോയി. പുള്ളി അന്നും ചന്തയെ സാധനം മേടിക്കാൻ ചെന്നു. അവർ ചോദിച്ചു ചാക്കോച്ചായ കൂടെ ഉള്ളവരെല്ലാം പോയല്ലോ. പോയില്ലെന്നേ ഉള്ളെന്ന്. ഇങ്ങനെ പറയരുത് കേട്ടോ. കർത്താവ് വന്നാൽ പോണം. ഓട്ടോ അധ്വാന കാകളം ധ്വനിക്കും പോണം. എനിറ്റായും ലോകത്തിൽ ഇനി ഒന്നും കല്ലെന്ന് സംഭവിക്കാൻ. ഇതൊക്കെ കണ്ടില്ലേ? നിമിഷം കൊണ്ട് ഇതൊക്കെ ഇല്ലാതാകും. ഇപ്പം കണ്ടില്ലേ? ഗൾഫ് രാജ്യങ്ങളെല്ലാം ഭീതിയിലല്ലേ? എന്നെ എപ്പോൾ എവിടെ നടക്കുമെന്നും അറിയത്തില്ല. ഒരു ദിവസം ബലത്തോടിരിക്കുന്ന കൃപയാ. കാകളം ധ്വനിച്ചാൽ പോകാൻ റെഡി ആയിക്കോണം. അപ്പം 2-3 ഉദാഹരണം പറഞ്ഞ് നിർത്താൻ പോവാ. ദേ ഇവിടെ നല്ല ഗായക സംഘമോ കുറച്ച് ഗായക സംഘങ്ങൾ നിൽക്കുന്നൊക്കെ കണ്ടു. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, നല്ല ദൈവമക്കളാ. ഇനിയിപ്പോൾ ഞാൻ അവരെ അല്ല, എൻ്റെ കാര്യമല്ലേ പറഞ്ഞേ. ഇവിടെ ഒരു 100 അംഗ ഗായക സംഘം കാണുന്നിരിക്കണം. അപ്പം നിങ്ങൾ പണം കണ്ട ഈ ഗായക സംഘം ഇടുന്നു. ഇപ്പോൾ ഇവിടെ 1-2 സാധനങ്ങളൊക്കെ ഉള്ളൂ. ഒരു 10-15 സാധനം കൂടെ ഉണ്ടെന്നിരിക്കട്ടെ. ഇവരിങ്ങോട്ട് വരാൻ പോയി എന്താ പാടാൻ പോകുന്ന എനിക്കറിയില്ല. കർത്താവൂതൻ ഗംഭി ഇത് പാടിക്കൊണ്ട് നിന്നപ്പം കാകളം ധ്വനിച്ചു. പാടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി. കൊട്ടിക്കൊണ്ട് നിന്നവർ അന്നേരം ഇവിടെ നിന്നാലോ? തിരിച്ചു കൊട്ടിക്കൊണ്ട് നിന്നവര് പോയി. പാടിക്കൊണ്ട് നിന്നവർ അപ്പോഴും നിന്നാലോ? ഇനി വേറൊരു കാര്യം. നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ കഴിഞ്ഞു. നമ്മുടെ എല്ലാം എന്നാണ് ഞാൻ പറഞ്ഞ്. നമ്മൾ പൊതു സ്വത്താ കൃപയാൽ. എൻ്റെ ബ്ലഡിലൂടെ ഒന്നും ഒഴുകുന്ന ഒരു IPC ഒന്നുമല്ല. എൻ്റെ ബ്ലഡിലൂടെ ഒഴുകുന്ന യേശു ശുദ്ധീകരിച്ച രക്തം. വിജിമൻ സാർ എപ്പോഴും പറയും ഭീമാനിച്ചും പൊതു സ്വത്താ കൃപയാ. സന്തോഷമില്ലേ പാസ്റ്ററെ? നമ്മൾ പൊതു സ്വത്താ അല്ലേ? അപ്പം നമ്മുടെ എല്ലാം എന്നാണ് ഞാൻ പറഞ്ഞു. ആരും കയറി എന്നെ ഉടക്കരുത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാന്നിരിക്കട്ടെ കാകളം ധ്വനിക്കുന്നേ. അന്നേരം സ്റ്റേജിൽ കുറച്ച് പേര് ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നാലോ? ഇരിക്കും 2 പേരൊരുമിച്ചൊരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. ഈ റാപ്ചർ ഭയങ്കര സംഭവമാണ്. കാകളം ധ്വനിക്കുമ്പോഴേ രക്ഷിക്കപ്പെട്ട അച്ചായൻ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെടാത്ത അമ്മാമ്മ പുറയിൽ നിന്ന് ചിന്തിക്കട്ടെ. കാകളം ധ്വനിക്കുമ്പോൾ ഈ പുള്ളി സ്കൂട്ടറിൽ നിന്ന് ഒറ്റ പറക്കല. ഈ അമ്മാമ്മ തെറിക്കുന്ന ഒരു തെറിയൊന്ന് ചിന്തിച്ചു നോക്കും. തിരിച്ചു അച്ചായൻ ഓടിക്കുക, അമ്മാമ്മ അങ്ങ് പോയി. മൂളല് കേൾക്കാത്തപ്പോൾ തിരിയുമ്പോൾ ആളില്ല. പ്ലെയിൻ ഓടിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. കാകളം ധ്വനിക്കാൻ പോകും. പ്ലെയിൻ ഇറക്കിക്കൊണ്ടിട്ടിട്ട് വരാൻ നേരമില്ലെന്നേ. അവർക്ക് നല്ല സൗകര്യം അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. പക്ഷെ അവരവിടുന്ന് പോയാലും നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മൾ ഒന്നിച്ചേ അവിടെ എത്തത്തുള്ളൂ. പണ്ടത്തെ ഏറ്റവും വലിയ കമ്പനി ആയിരുന്നു പാൻ അമേരിക്കൻ കമ്പനി.
ഇപ്പം അത് പൊളിഞ്ഞു. പാൻ അമേരിക്കൻ കമ്പനി തെളിവുള്ള ആരാണ്ട് സൺഡേ സ്കൂൾ പഠിച്ചവൻ റാപ്ചർ കണ്ടു. അതായത് കാഹളം ധ്വനിക്കും, രക്ഷിക്കപ്പെട്ടവൻ പോവും. അപ്പോൾ അവർ പരിഷ്കാരം എന്നറിയാമോ? പൈലറ്റ് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഗുണപ്പെടാത്തവനെ കോ പൈലറ്റായി നിയമിച്ചു. എന്തിനാണെന്നറിയാം? റാപ്ചർ ഒന്ന് നീ പോയാലും ഞങ്ങളുടെ പ്ലെയിൻ പോകരുത്, ഗുണപ്പെടാത്തവൻ നീന്തണം വെച്ചത് താഴെ കൊണ്ടുവരണം. പാൻ അമേരിക്കൻ കമ്പനിയും പറയുന്നു യേശു വരാറായെന്ന്. റെഡിയാണോ? ഇന്ന് രാത്രി ഞങ്ങൾ കൊല്ലം പട്ടണക്കാരോട് പറയാം, ഇത് കേൾക്കുമ്പോൾ ഓർത്തോണെ ഈ സ്തോത്രം പറയുന്നതിന് ഇവിടുന്ന് പോയെന്ന്. നിങ്ങളുടെ റോഡിലൂടെ ആംബുലൻസുകൾ ചെരിപ്പായി പോകാൻ തുടങ്ങും. മുറിവേറ്റവരെ കൊണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ നിറയപ്പെടും. സകല ഫ്ലൈറ്റും ഇപ്പോൾ പോലെ റദ്ദാക്കപ്പെടും. ഒത്തിരി ക്രാഷിംഗ് നടക്കും. പ്ലെയിനുകൾ ഇടിക്കപ്പെടും, തകർക്കപ്പെടും. കാരണം റാപ്ചർ സംഭവിക്കുമ്പോൾ ട്രെയിനുകൾ പാളം തെറ്റും, വണ്ടികൾ കൂട്ടിമുട്ടും. ഇവിടെ വന്നവരെല്ലാം വാഹനത്തിലാണ് വന്നേ, ഞാനും ഒരു വണ്ടിയിലാണ് വന്നേ. പോകുന്ന പോക്കിലാ കാകളം തനിക്കുന്നെങ്കിൽ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ പോവും. ഇരിപ്പ് കണ്ടിട്ട് വണ്ടിയും കൊണ്ട് പോകും തോന്നുന്നല്ലോ. പക്ഷേ എങ്ങനെയാ പോകുന്നത്? 60 കിലോമീറ്റർ. എൻ്റെ കൂടെ വന്ന സഹോദരനെ ഓടിക്കുന്നത് 50-ലാണ്. ആക്സിഡൻറ്റ് നിന്ന് കാലെടുക്കും, സീറിയിൽ നിന്ന് കൈയെടുക്കും, ഫും ഒറ്റപ്പോക്ക. കാറ് നിർത്തിയിട്ടിട്ടല്ല പോകുന്നേ, ഇടിച്ച് നിൽക്കും. കാറ് കിട്ടിയാലും പഞ്ചറായ കിട്ടും. ഞങ്ങളുടെ വീടൊക്കെ എടുത്ത് നോക്കി വെച്ചോ, ഞങ്ങൾ പറക്കും. കണ്ടോ, എടുത്തോ. പക്ഷേ മുറിവേറ്റവനോട് നിറയും. ഒരു അജ്ഞാത ഗോളത്തിൽ നിന്ന് ഏതോ പറക്കും തളിയ വന്ന് കുറേ പേരെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയും. ഇവിടെ മുറിവേറ്റവരെ കൊണ്ട് നിറയും. ആക്സിഡന്റുകൾ വർദ്ധിക്കും. സകല ഫ്ലൈനും റദ്ദാക്കപ്പെടും. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ചർച്ചിൽ പറഞ്ഞു ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ, അതായത് മക്കളെ ഓർത്തൊന്നും ഭാരപ്പെടുവൊന്നും വേണ്ട. നീ ഇവിടുന്ന് പോകുമ്പം നിന്റെ കുഞ്ഞ് അവിടുന്ന് പോകുമെന്ന് ഉറപ്പ് പ്രാപിച്ചോണം. ഓ, ശക്തിയോടെ കൈയൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. മക്കൾ ഓസ്ട്രേലിയയിലോ കെനിയയിലോ കൊറിയയിലോ ഒക്കെ ആകട്ടെ, മക്കളോട് പറയണം, മക്കളെ നമ്മൾ ദൂരെയാ, പ്രാർത്ഥിച്ചു വിട്ടത് ശരിയാ. ഞാൻ ഇവിടുന്ന് പൊങ്ങുമ്പം കാകളം ധ്വനിക്കുമ്പോൾ നീ അവിടുന്ന് പൊങ്ങിയിരിക്കണം. നമ്മളോട് ഒന്നിച്ചവിടെ സന്ധിക്കണം. യേശു വരാറായി, കാകളം ധ്വനിക്കാറായി, വിശുദ്ധർ ഉയർക്കാറായി. നമുക്കെല്ലാം എഴുന്നേൽക്കാം. ആരും ഇവിടുന്ന് പോകല്ല, എല്ലാവരും എഴുന്നേറ്റാണ്. കൃത്യസമയത്ത് എന്നോട് പറഞ്ഞ് ഞാൻ നിർത്തി, എഴുന്നേറ്റ് നിൽക്കാം. യേശു വരാറായി. ലോകസംഭവം അത് വിളിച്ചറിയിക്കുന്നു. പാട്ട് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പാട്ട് റെഡിയാക്കിയോളൂ. കണ്ണടച്ചാട്ട്. യേശുവെന്ന് വിളിക്കാവോ, യേശുവെന്ന് വിളിക്കാവോ? എല്ലാവരും കണ്ണടച്ചാട്ട്. ഒത്തിരി മെസ്സേജ് നിങ്ങൾ കേട്ടു, വെറുതെ കേട്ടിട്ട് പോകല്ല. ആർക്കാണ്ട് വേണ്ടിയല്ല. ഈ രാത്രി യേശുവെന്നൊന്ന് വിളിച്ചേ. എന്നെ കഴുകണമെന്ന് പറ, എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറ. ഒരു കരം നെഞ്ചോട് ഉയർത്ത് പിടിച്ചാട്ട്, എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് കാണണമെന്ന് പറ. എനിക്ക് യേശുവിനെ കാണണമെന്ന് പറ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കാൻ ഇപ്പം പേടിയാ. 15-കാരനും 18-ഉം 32-കാരനും ഒക്കെ കുഴഞ്ഞു വീഴുക. അവിടുന്ന് ഇവിടെ നോക്ക ഡെഡ് ബോഡി വരിക. ദൈവത്തിൻ്റെ കരുണയാ നമ്മൾ നിൽക്കുന്നത്. ഒരു ദിവസം ബലത്തോടിരിക്കുന്ന കൃപയാ. ഒന്നീ മരണമല്ല കർത്താവിൻ്റെ വരവ്. എന്തായാലും എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. എനിക്ക് അങ്ങിയല്ലണം, എൻ്റെ പ്രിയനെ കാണണം. ഞാൻ ഇറങ്ങിയത് അതിനാ, നിന്ന് സഹിച്ച അതിനാ, ആക്ഷേപം സഹിച്ച അതിനാ. യേശുവേ, എന്നെ കഴുകണേ, എന്നെ വിശുദ്ധീകരിക്കണേ, എന്നെ ഒന്നുകൂടെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട്, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ അപ്പാ, എന്നെ കഴുകണമേ. ഓ ഷബാറോനിയാസന്തനദിയ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ കൈവിടപ്പെട്ടു പോകല്ലപ്പാ. നിന്റെ വരവാ ഞങ്ങളുടെ പ്രത്യാശ, നിന്റെ വരവാ ഞങ്ങളുടെ ആശ. നിന്റെ വരവിൽ ഞങ്ങൾ എടുക്കപ്പെടണം. ജനത്തെ ശുദ്ധീകരിക്കുന്ന ഓർത്ത് സ്തോത്രം, കരം തൊടുന്ന ഓർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൈകൾ താഴ്ത്തിയിട്ടാട്ട് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവരിൽ രക്ഷിക്കപ്പെട്ടിടും. എല്ലാ കണ്ണുമടച്ച്, എല്ലാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ കൂടുതൽ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ യോർദാനിൽ സ്നാനപ്പെട്ടു. കർത്താവിൻ്റെ വരവിൽ ആരെടുക്കപ്പെടുന്നത്? നാം അവിടെ മരിച്ചു എങ്കിൽ നമ്മുടെ വാഴും. നാം അവൻ്റെ മരണത്തിൻ്റെ സാക്ഷിയോട് ഏകീഭവിച്ചവരായി എങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കും. നാം അവനെ മനുഷ്യരുടെ അവനെ ഏറ്റുപറയുന്നു എങ്കിൽ ദൂതം. 3 എങ്കിലുണ്ട്. നിനക്കവിടെ മരിക്കാൻ മനസ്സിലെയോ വാഴാനൊക്കില്ല. അവൻ്റെ മരണത്തിൻ്റെ സാക്ഷിയോട് ഏകീഭിപ്പാൻ മനസ്സിലെയോ പുനരുത്ഥാനം ചെയ്യിപ്പാനില്ല. മക്കളെ, ചെറുപ്പക്കാരെ, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനപ്പെട്ടു, മുങ്ങി സ്നാനപ്പെട്ടു. ഞാൻ യോർദാനിൽ പോയി നിന്നിട്ടുണ്ട്. കലക്കവെള്ളമാണ്. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല. കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം.
എൻ്റെ മരണത്തിന് മുമ്പ്. നിങ്ങൾക്ക് ഒരു അവസരം തന്നില്ലെന്ന് വരരുതാണ് വേണ്ടിയാ. എൻ്റെ മരണത്തിന് മുമ്പ് അല്ല, എൻ്റെ കർത്താവിൻ്റെ വരവ് മുമ്പ് ദൈവം ഒരു അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും കുഞ്ഞുങ്ങളോ പ്രായവരോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായി കൈ ഉയർത്തിപ്പിടിച്ചാട്. സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. നന്നായി ഇന്ന് രാത്രി സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. കർത്താവേ, സ്വർഗ്ഗം നന്നായി കൈ ഉയർത്തിപ്പിടിക്കൂ. നാളെ ഇന്ന് രാവിലെ സ്നാനപ്പെടാനല്ല, എൻ്റെ മരണത്തിന് മുമ്പ്, കർത്താവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരു അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കരം ഉയർത്തിപ്പിടിച്ചാട്. കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തതോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങേ ജലത്തിൽ സാക്ഷിച്ച് വേർപാണ്ട് വിശുദ്ധിയിൽ അങ്ങ് ആരാധിപ്പാൻ ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ തരണം. യേശുവിൻ്റെ നാമത്തിൽ സകല ബുദ്ധിയും ദൈവസമാധാനം ഇപ്പോൾ അവിടെ അന്തരാത്മാവിൽ വ്യാപരിക്കട്ടെ. ഈ ഹോളിൽ നിന്നവർ സ്വസ്ഥതയോടെ മടങ്ങട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കൈകളൊന്ന് അടിച്ചാട്. ഇത്രയും ജീവിതങ്ങൾ നല്ല ചെറുപ്പക്കാർ യേശുവിനായി സമർപ്പിച്ചല്ലോ. ഈ യോഗം വെറുതെ അല്ല ദൈവദാസ, ഹൃദയം സന്തോഷിക്കുന്ന യോഗമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കടഭാരം മാറുവാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അത് മാത്രമല്ല, കർത്താവിൻ്റെ വരെ എപ്പോഴെന്നറിയില്ല, നീ കർത്താവിൻ്റെ സാക്ഷിയാകണം. യേശു കർത്താവിൻ്റെ സാക്ഷിയാകാൻ ഞാൻ തയ്യാറെന്ന് പറയുന്നവർ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നീ വാ തുറക്കുമ്പോൾ നിന്റെ വായിൽ ദൈവം വചനം തരാൻ പോകുക. നീ കൈ നീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കാൻ പോകുക. രോഗസൗഖ്യം ആശുകരം ഉയർത്തിപ്പിടിക്കാം. കടഭാരത്തിൽ നിന്ന് വിടുതലായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യം. ഏത് വിഷയമാകട്ടെ, നന്നായി കൈ ഉയർത്തിപ്പിടിക്കൂ. പ്രാർത്ഥിക്കാൻ പോവാ. ഞങ്ങളുടെ കർത്താവേ, സൗഖ്യപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാരം, നിന്റെ കുഞ്ഞുങ്ങളുടെ രോഗം അടിയനറിഞ്ഞുകൂടാ. ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെട്ടിരിക്കും. അതിനപ്രകാരം നിന്റെ അഭിഷക്തനായ അടിയൻ നാസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നാസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ ഹാളിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദോഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. ഈ രാത്രി പുത്തൻ വഴികൾ തുറക്കപ്പെടട്ടെ. തലമുറകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, സുവിശേഷത്തിനായി വാ തുറക്കുന്ന നിന്റെ മക്കളുടെ വായിൽ നീ വചനം നൽകണമേ. അവർ കൈ നീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. അവർ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം.